Data shows close to 3,500 mixies sold in Kerala in a month. Only in Instamart. വേറെ പ്ലാറ്റ്ഫോംസ് വേറെ ആകുന്നു. ആർക്കാണ് 5 മിനിറ്റിൽ ഒരു 5,000 റുപ്പീസ് വിലയുള്ള ഒരു പ്രൊഡക്റ്റ് വേണ്ടത്? ഗ്ലാമർ ബിസിനസ്സിൽ ഉള്ളതിൽ നല്ല മാർജിൻ, ബോറിംഗ് ആൻഡ് എന്താ പറയുക, അൺസെക്സി ബിസിനസ്സിലുണ്ട്. കറക്റ്റ്. സ്പെയർ പാർട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഒരു 98% വിത്തൗട്ട് ബില്ല. ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് അക്രോസ് ആൻഡ് അപ്പോയിന്റ് ഡീലേഴ്സ്. അന്ന് ഞങ്ങൾ 99 ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു വാഷിംഗ് മെഷീൻ 50,000 റുപ്പീസ്. ഓ, ഫുൾ ഇമ്പോർട്ടന്റ്, എക്സ്പെൻസീവ്. അവിടെ ഒരു സംഭവം അവിടെ മനസ്സിലാക്കേണ്ടത് ഹൗ ലോങ് ടേം റിലേഷൻഷിപ്സ് വർക്ക്സ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു ഒരു ഇതെന്ന് പറഞ്ഞാൽ സർവീസ് ആൾക്കാർക്ക് സെയിൽസ് ആറ്റിറ്റ്യൂഡ് ഇച്ചിരി കുറവായിരിക്കും നോർമലി. ഓക്കെ. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേനും ഞാൻ ഒരു കോർപ്പറേറ്റീവ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഏൺ സോ മച്ച്. ഇപ്പോൾ 2 സെയിൽസുകാർ, 11 ഫ്രാഞ്ചൈസിയിലെ സ്റ്റോക്സ് ഫുൾ നിങ്ങൾ തിരിച്ചെടുത്തു. അപ്പോൾ അത് ഫുൾ നിങ്ങളെ സെൻട്രൽ വെയർ ഹൗസിലേക്ക് തിരിച്ചത്. എത്ര എമൗണ്ട് ഇൻവെന്ററി ആയിരിക്കും അത്? അതൊരു ക്ലോസ് ടു 75 to 1 CR ഇൻവെന്ററി ഉണ്ടെന്ന്. ഇൻവെന്ററി ആയിട്ട് ഇരിക്കുകയാണ്. അഫോർഡബിൾ അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ന്യൂജൻ പീപ്പിൾ ഷോപ്പ് ഓൺലൈൻ എന്നാണ് എൻ്റെ കൺക്ലൂഷൻ. യു ക്യാൻ ലോഞ്ച് ഓർ യു ക്യാൻ സ്റ്റാർട്ട് ബിസിനസ് say with 10,000 rupees. Even Instamart Kerala data says though 1 month on an average close to 3,500 mixies they sell in. Mind boggling. അതായത് ആർക്കാണ് 10 മിനിറ്റിൽ ഒരു മിക്സി വേണ്ടത്? ബേബി ബൂമർ ആയ നിങ്ങൾ ജെൻസി പോലെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ പലതരം ബിസിനസ്സുകൾ ഓൺലൈൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വ്യത്യസ്തമായ ഒരു ബിസിനസ്സാണ് ഹോം അപ്ലയൻസസ്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഹോം അപ്ലയൻസസിനെ ഓൺലൈൻ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് ഇരിക്കുന്നതെന്ന്. അതല്ല, ഹോം അപ്ലയൻസിൻ്റെ സ്പെയർ പാർട്സ് ഓൺലൈനിൽ സെല്ല് ചെയ്യുന്ന ടീം, അതും പാൻ ഇന്ത്യ സെല്ല് ചെയ്യുന്നത്. ആമസോണാണ് അവരുടെ ഏറ്റവും വലിയ ചാനൽ. സോ ജോബിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഒരു കൊല്ലമായിട്ട് നിങ്ങൾ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. നിങ്ങളെല്ലാവരും ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയതും. നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്താലോ? എവിടെ നിന്നാണ് നിങ്ങളെ കഥ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ബേസിക്കലി കോട്ടയത്തു നിന്നാണ്. ഞാൻ MBA കഴിഞ്ഞിട്ട് ഐ ജോയിൻഡ് സീമെൻസ് അപ്ലയൻസസ് ഫ്രഷ് ഔട്ട് ഓഫ് ദ കോളേജ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് ആ സീമെൻസിൻ്റെ ലോഞ്ച് ടൈം ആയിരുന്നു കേരളത്തിൽ. ഓക്കെ. സീമെൻസ് എന്നുള്ള ബ്രാൻഡ്, സീമെൻസ് ഹോം അപ്ലയൻസസ്. സീമെൻസ് എന്നുള്ള മെഡിക്കൽ ഡിവിഷനും പല ഡിവിഷനും ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിവിഷനും ഒക്കെ എല്ലാം ഉണ്ട്. ബട്ട് അപ്ലയൻസസ് ഡിവിഷനിൽ ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ബിറ്റ്വീൻ ബോഷ് ആൻഡ് സീമെൻസ്. BSH എന്നുള്ള കമ്പനിയുടെ പേര്, ബോഷ് സീമെൻസ് ഹോം അപ്ലയൻസസ്. ഓക്കെ. അപ്പോൾ ആദ്യം അവർ ലോഞ്ച് ചെയ്ത ബ്രാൻഡ് സീമെൻസ് ആണ്. അപ്പം ഒരു 99 ഓണം ടൈമാണ് ലോഞ്ച്. സോ ഐ ജോയിൻ ഇൻ ജൂലൈ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷ് ആണ്, ഒന്നും അറിയില്ല. MBA കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ അണ്ടർഗ്രാഡ് കഴിഞ്ഞ് നേരെ MBA കഴിഞ്ഞിട്ട് നേരെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്ന് ബ്രാഞ്ച് ഹെഡ്സ് എന്നൊക്കെ പറയുന്നത് ഒരു 40+ ഏജ് ഉള്ളവരും ഒരു 15 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കേരള ബ്രാഞ്ച് ഹെഡ്. അപ്പം സംബഡി വാസ് സപ്പോസ് ടു ജോയിൻ ആസ് മൈ ബ്രാഞ്ച് ഹെഡ്. ആൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു ഓണത്തിന്. ആൻഡ് ഓണത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓണം ഇസ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ സീസൺ ഇൻ ഇന്ത്യ. കറക്റ്റ്. ഇവിടെ തൊട്ടാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഫെസ്റ്റിവൽ ഈസ് ഓണം. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ദീപാവലി, അത് കഴിഞ്ഞ് അങ്ങനെയാണ് പോണത്. അപ്പൊ എല്ലാത്തിനും ആസിഡ് ടെസ്റ്റ് കേരളമാണ്. ഇവിടെ ക്ലിക്ക് ആയാൽ ആ സ്കീം ബാക്കിയുള്ളതും ക്ലിക്ക് ആവും, ഇല്ലെങ്കിൽ അവർ ടീക്ക് ചെയ്യും. ഓണം ഇലക്ട്രോണിക്സ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഭവമാണ്. അപ്പോൾ അന്നേരം ബ്രാഞ്ച് ഹെഡിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് അന്നത്തെ എൻ്റെ ബോസും ഇപ്പോഴത്തെ എൻ്റെ പാർട്ട്ണറും മിസ്റ്റർ ശ്രീരാമനോട് ചോദിച്ചു, ശ്രീരാമും MD ചോദിച്ചു, ക്യാൻ യു ഹാൻഡിൽ ഇറ്റ് എന്ന് ചോദിച്ചു. നിങ്ങൾ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്ന് പറഞ്ഞു, വിത്തൗട്ട് നോയിങ് എനിത്തിങ്. അതിൻ്റെ ധൈര്യം കിടന്നിട്ട് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. വേറെ ആൾ വന്ന് ജോയിൻ ചെയ്ത് ലോഞ്ച് ചെയ്യാനുള്ള സമയമില്ല. വേറെ ആരും ഇല്ല, ഓപ്ഷനുകൾ തന്നെ ഉള്ളൂ. ഞാൻ ഒറ്റ സിംഗിൾ ആള്. സർവീസ് ടീം ഉണ്ട്, ബട്ട് സെയിൽസിൽ ഞാൻ മാത്രം. നിങ്ങൾ യെസ് പറഞ്ഞു പറയുന്ന പോലെ. അതെ, നമ്മൾ ബാഗ് എടുത്ത് ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് അക്രോസ് ആൻഡ് അപ്പോയിന്റ് ഡീലേഴ്സ്. പിന്നെ ഡെഫിനറ്റ്ലി ബ്രാൻഡിന്റെ ഒരു പുള്ളുണ്ട്. ഭയങ്കര പ്രീമിയം ബ്രാൻഡാണ്, അത് നോൺ ബ്രാൻഡാണ്, അത് ഹെൽപ്പ് ചെയ്തു. ബട്ട് എന്ത് വലിയ ബ്രാൻഡാന്ന് വെച്ചാലും ആക്ടിവിറ്റീസ് നടക്കണമല്ലോ. സോ റൈറ്റ് ഫ്രം ഡീലർ അപ്പോയിന്റ്മെന്റ് ടിൽ പ്ലേസ്മെന്റ് എല്ലാം നന്നായിട്ട് നടന്നു, എല്ലാവരും ഹെൽപ്പോട് കൂടി. ഓക്കെ. സോ ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അത് ഭയങ്കര ഒരു ഫോർച്യൂൺ ആയിട്ട് ഞാൻ കൂടുന്നു. അപ്പോൾ അതിനകത്ത് ലേണിങ്സ് ഭയങ്കരമായിരുന്നു. ഗൂഗിൾ ഷീറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചോ, store.link എക്സാക്ട്ലി അതാണ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പോൺസറും അവർ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
ഒന്നും അറിയാൻ മേലാത്ത ഒരാൾ ഈ സീസണിൻ്റെ അല്ല ഡീലേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും കറക്റ്റ്. അറിയാമല്ലോ പ്രത്യേകിച്ച് അതെ. എങ്ങനെയാണ്. പക്ഷേ ഇറ്റ് വാസ് എ സ്മൂത്ത് സെയിൽ. അങ്ങനെ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത് അപ്പൊ ആ എത്ര സമയം എടുത്തു നിങ്ങൾ ആ ഡീലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓഗസ്റ്റ് മിഡ് എങ്ങാണ്ട് എനിക്കൊന്ന് ചിങ്ങം 1-നാണ് നമ്മളെ ആ. ഇത് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ. ഐ തിങ്ക് ഫ്രം ജൂലൈ ടു ഓഗസ്റ്റ് 15 Okay. അത്ര എടുത്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. പക്ഷെ ഞാൻ കുറച്ച് ഡീലേഴ്സ് ഉണ്ടായിരുന്നു. ആ. കാരണം അന്ന് ഞങ്ങൾ 99 ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു വാഷിംഗ് മെഷീൻ 50,000 rupees. Full import ആണ്. ഡാം എക്സ്പെൻസീവ്. ഫുൾ ഇമ്പോർട്ട് ആണ്. ആ. റെഫ്രിജറേറ്റർ 75,000 rupees. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ടോപ്പ് പ്രീമിയം കസ്റ്റമർ കൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ അക്രോസ് കേരള മേ ബി ഹാവിംഗ് 10 to 12 ഡീലേഴ്സ്. ഓക്കെ. ഡീലേഴ്സ് ഒക്കെ ഈ സ്റ്റോഴ്സ് ആയിരിക്കും, ഇലക്ട്രോണിക് സ്റ്റോഴ്സ് ആയിരിക്കും. ഇലക്ട്രോണിക് സ്റ്റോഴ്സ്. ഇപ്പൊ കാലിക്കറ്റ്, ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തിന് കാലിക്കറ്റ് പറഞ്ഞാൽ കൈനഡി. അന്ന് ആ, കൈനഡി പണ്ട് കൈനഡി enterprise ഭയങ്കര സംഭവമായിരുന്നു. അന്ന് കൈനഡിയും ആ. മാത്രമേ എനിക്കുള്ളൂ. ഓ. അപ്പോൾ കാലിക്കറ്റ്, പിന്നെ ഫ്രിഡ്ജോസ് ഉണ്ടായിരുന്നു അന്ന് ആ. ഇവിടെ. അപ്പം അങ്ങനെ കുറച്ച് 12 കൗണ്ടേഴ്സോ എനിക്കുള്ളൂ. ഇപ്പൊ കൈനഡി ഇല്ല ഒന്ന്. കൈനഡി ആ ഫീൽഡിൽ നിന്ന് ഔട്ട് മാറി. Yeah. ജസ്റ്റ് മൂവ് ടു പ്ലാന്റേഷൻസ് ആൻഡ് ടൂറിസം. അപ്പോൾ അങ്ങനെ നമ്മൾ ലോഞ്ച് ചെയ്തു. റോഷൻ കൈനഡി അതിന്റെ ഭാഗം തന്നെയായിരുന്നു. റോഷനായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. റോഷൻ വാസ് മൈ ഡീലർ. ശരി. നൗ ഹീസ് പ്ലാന്റേഷൻ സ്റ്റാർട്ടപ്സ് ആയിട്ട് കുറെ എൻഗേജ് ടൂറിസം, ആണ്. അതെ, ടൈ ആയിട്ട് പുള്ളി. ആ, കറക്റ്റ് കറക്റ്റ്. റോഷൻ വാസ് മൈ ഡീലർ. ഓക്കെ. അതാ ഇപ്പോഴേ ഇരിക്കുന്ന ഗോകുലം മാളിന്റെ അവിടെ ആയിരുന്നു. അത് എനിക്കൊന്ന് ഇപ്പൊ അവിടെ പുതിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ട്. എന്തോന്ന് വന്നിട്ടുണ്ട് അവിടെ. ജെയ്ത്തൂൻ അല്ലാത്ത എക്സാക്ട്ലി So, ഖത്തറിലുള്ള ഒരു ബ്രാൻഡ്, 12 ചെന്നൈയിലുള്ള ബ്രാൻഡ്. 12 ഡീലേഴ്സ് ഉള്ള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ. So we launched it. But over a period of time, ഒരു 1.5 years, Kerala is one of the best market for Siemens. ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നു. ബോംബെയിൽ ലോഞ്ച് ചെയ്തിരുന്നു, ചെന്നൈയിൽ ലോഞ്ച് ചെയ്തിരുന്നു. ഓക്കെ. ഓക്കെ, കേരള ലോഞ്ചാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. ആ. അപ്പോൾ അത് നല്ലൊരു മാർക്കറ്റാണ്. അത് മേ ബി ബിക്കോസ് ഓഫ് നമ്മുടെ ഒരു ഈ നേരത്തെ ജർമ്മൻ ഒത്തിരി നേഴ്സുമാരൊക്കെ ജർമ്മനിലൊക്കെ പോയിട്ടുണ്ടാവും. നമ്മുടെ ഒരു NRI കൾച്ചർ ആയിരിക്കാം. അതെ. അപ്പൊ ബ്രാൻഡിന് ബ്രാൻഡിന്റെ ഒരു ആൾക്കാർ പുള്ളുണ്ടായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ് ബ്യൂട്ടിഫുൾ ബെസ്റ്റ് മാർക്കറ്റ് ഫോർ Siemens അപ്ലയൻസസ്. സോ അത് നല്ലതായിട്ട് പോയി. അപ്പോൾ ഓരോ കാറ്റഗറി ആഡ് ചെയ്യാൻ പറ്റി. ആദ്യം റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ദ ഫസ്റ്റ് ടു ലോഞ്ച് ഡിഷ് വാഷേഴ്സ്. എനിക്ക് ഓർമ്മയുണ്ട്. ഡിഷ് വാഷർ വളരെ ഇല്ലായിരുന്നു, മാർക്കറ്റിൽ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. അപ്പം ഡെമോ ഒക്കെ കൊടുക്കണമായിരുന്നു അന്ന്. ഇത് ആൾക്കാർക്ക് ഇത് ക്ലീൻ ചെയ്യുമോ എന്നുള്ള ഇതെല്ലാം ഉണ്ട്. വി ട്രൈഡ്. ദെൻ ഐ ലോഞ്ച്ഡ് കുക്കിംഗ് അപ്ലയൻസ് ഓഫ് Siemens. ഞാൻ ഒരു 2007 വരെ ഉണ്ടായിരുന്നു Siemensൽ. Then I moved to telecom, Tata Telecomil കുറച്ചാളുണ്ടായിരുന്നു. ഓക്കെ. Then from there, I moved to service industry, general insurance. ഓക്കെ. I was with ICC Lombard. ഓക്കെ. അപ്പൊ ടാറ്റ നിങ്ങൾ ടെലികമ്മ്യൂണിക്കേഷനിൽ എന്താ ചെയ്ത്? ടെലികോമിൽ ഞാൻ പോസ്റ്റ് പെയ്ഡ് സെയിൽസിൽ 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജ് ആയിരുന്നു. കാരണം ടെലികോം ഇസ് ഒരു FMCG മോഡായിരുന്നു അന്ന്. അപ്പൊ ആദ്യത്തില് നിങ്ങളൊരു സെയിൽസിലേക്കാണ് ഇറങ്ങി തിരിച്ചത്. നിങ്ങളെ പ്ലേസ്മെന്റും അങ്ങനെ തന്നെയായിരുന്നോ? പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ട്രെയിനി. കഥകളൊന്നുമില്ല, എന്തും നമ്മൾ ചെയ്യും. ഈ ട്രെയിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എന്താണോ അത് തരും. ചെയ്യും. ഓക്കെ. അപ്പോൾ ഒറ്റ മിനിറ്റ്, ഈ സെയിൽസ് നോർമലി ആൾക്കാർ ചൂസ് ചെയ്യാത്ത, പ്രത്യേകിച്ച് ആ കാലഘട്ടത്ത് സെയിൽസിലേക്ക് ആരും ഇറങ്ങാത്തൊരു ഫീൽഡ് അല്ലായിരുന്നോ? ഇല്ല, ആ സമയത്ത് ഇപ്പം നമ്മൾ ഞാൻ ബേസിക്കലി പറയാം, എല്ലാവരും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. ഓക്കെ. ഈ മാർക്കറ്റിംഗിന്റെ പാർട്ട് വളരെ കുറവായിരിക്കും ഒരു ആക്ച്വൽ റിയാലിറ്റിയിൽ. കറക്റ്റ്. ഓക്കെ. അൾട്ടിമേറ്റ്ലി യു വിൽ ബി ഡൂയിങ് സെയിൽസ് ഓർ റവന്യൂ ജനറേഷൻ. ചിലർ ഗ്ലോറിഫൈ ചെയ്ത റവന്യൂ എന്നും റവന്യൂ ജനറേഷൻ എന്നൊക്കെ, അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് സെയിൽസ്. കറക്റ്റ്. ഓക്കെ. സോ പിന്നെ എനിക്കത് ഇഷ്ടമായിരുന്നു. യു മൂവ് ഔട്ട് ഇൻ ദ മാർക്കറ്റ്. എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ. മൂവ് ഔട്ട്. ഐ വാസ് ഡൂയിങ് സെയിൽസ്. മാർക്കറ്റിംഗ് എല്ലാം സെൻട്രലൈസ്ഡ് ഹെഡ് ഓഫീസിൽ നിന്നാണ്. കറക്റ്റ്. എല്ലാം ഒരു സെൻട്രലൈസ് മോഡിലാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ദെൻ ഐ ജോയിൻഡ് ICC Lombard. 2014 Equit കോർപ്പറേറ്റ് ജോബ്. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ബോസും ആയിട്ട് ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി. E&A കോമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അണ്ടർ ദ ബ്രാൻഡ് നെയിം പാർട്സ് വേൾഡ്. ഓക്കെ. അപ്പോൾ അതാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വന്നൊരു പ്ലസ് എന്ന് പറയുന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ Siemensൽ ആദ്യം. സോ ഒരു ബ്രാഞ്ചിന്റെ P&L മാനേജ് ചെയ്യാനുള്ള അവസരം റൈറ്റ് ഫ്രം ദ ഡേ വൺ എനിക്ക് കിട്ടി. Siemensലായിരുന്നു. നിങ്ങൾ സെയിൽസ് അല്ല, ശരിക്കും ഇവിടുത്തെ ഒരു GM പോലെയാണ്. എല്ലാം ഞാനാ. നമ്മുടെ ഹോട്ടലിൽ കണ്ടിട്ടില്ലേ, ഡേ ഒരു ചായ അടിച്ചു എല്ലാം. അന്ന് ആദ്യത്തെ ഒരു 1.5 years എല്ലാം അങ്ങനെയായിരുന്നു. ആരും വെളിയിൽ വിശ്വസിക്കില്ല, ഇറ്റ്സ് എ ബിഗ് ബ്രാൻഡ്. ബട്ട് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. ഇന്റേണലി നിങ്ങളായിരുന്നു ഫുള്ള് ചെയ്യുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എല്ലാം പഠിച്ചു. അപ്പോൾ there are service people sitting in the same office, so I know what is service revenue, what's എന്താ പറയുക breakdown of percentage of X component during warranty period. ഇങ്ങനത്തെ കുറെ സെയിൽസുകാരൻ പഠിക്കേണ്ടാത്ത കുറെ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ പഠിച്ചു. ഞാൻ പഠിച്ചു. ഇതേ സംഭവമായിരുന്നു ഞാനും പഠിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു. എന്നെ P&L അവിടെ ഏൽപ്പിച്ചു, വിച്ച് ഐ ഡിഡ് നോട്ട് ലൈക്ക്.
പക്ഷെ വേറെ വഴിയൊന്നുമില്ല. ഇതെടുത്ത് പക്ഷെ അന്നത് നമുക്കൊരു ബേർഡൻ ആയിട്ട് തോന്നി. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ തോന്നുന്നു നമുക്ക്. ഒരു ഡൗട്ടും ഇല്ല. എനിക്കും പണ്ട് ക്യാരൻ ക്യൂർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതൊരു ബേർഡൻ ആയിട്ട് തോന്നി. പക്ഷേ ഞാൻ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പല ബ്രാൻഡുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്ന് നമ്മളിങ്ങനെ സ്കീംസ്, വി കോൾ ഇറ്റ് സ്കീംസ് ഒക്കെ നമ്മളിങ്ങനെ ചോദിക്കും. എല്ലാം അപ്രൂവൽ ബേസ്ഡ് ആണ്. അപ്പം ആദ്യത്തെ ഒരു കൊല്ലമൊക്കെ എല്ലാം ഭയങ്കര ഹാൻഡ് ഹോൾഡിംഗ് ആണ്. അത് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് എല്ലാം റോസി പിക്ചേഴ്സ് ആണല്ലോ. സെയിൽസുകാർക്ക് പ്രത്യേകിച്ചും ഐ വാണ്ട് ടു ഗെറ്റ് ദറ്റ് കൗണ്ടർ ഷെയർ X%. നമ്മളൊരു അപ്പോൾ ചോദിക്കുമ്പോഴത്തേനും ചിലത് നോ പറയും. പക്ഷെ അന്നത്തെ ബോസുമാർ രണ്ടുപേരും ദേ വിൽ ടെൽ മീ വൈ ഇറ്റ് ഈസ് നോ. സ്കീംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡീലർക്ക് നമ്മൾ മെഷീൻസ് കൊടുക്കുന്നു. അപ്പം ക്വാണ്ടിറ്റി സ്കീംസ് ഉണ്ടാവും, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്കീംസ് ഉണ്ടാവും, കസ്റ്റമർ സ്കീംസ് ഉണ്ടാവും. നമ്മൾ പ്രപ്പോസ് ചെയ്യും ഓരോന്ന്. ഓക്കെ, എനിക്ക് ഈ സ്കീം വേണം. ഇറ്റ് ക്യാൻ ബി എൻ എക്സ്റ്റൻഡഡ് വാറണ്ടി. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി മേ ബി 5,000 rupees ഓഫ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ഓക്കെ, അല്ലെങ്കിൽ ഡീലർക്ക് സ്ട്രേറ്റ് അവേ മാർജിൻ കൂടുതൽ. പല കോമ്പിനേഷൻസ് മനസ്സിലായി. നമ്മൾ ചോദിക്കും. ചിലത് അവർ നോ പറയും, ചിലത് വിത്ത് മൈനർ ടേക്കിങ്സ് അവർ അപ്രൂവ് ചെയ്യും. ഈ നോ പറയുന്നത് ദേ വിൽ ടെൽ മീ വൈ ഇറ്റ് ഈസ് നോ. അപ്പൊ ഞാൻ കൺവിൻസ്ഡ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ഇമ്പോർട്ടൻ്റ്. ഞാൻ കൺവിൻസ്ഡ് ഇല്ലെങ്കിൽ ഐ വിൽ ബി ബോക്ഡ് ഔട്ട് ഇൻ ദ മാർക്കറ്റ്. കറക്റ്റ്. അപ്പൊ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. ഞാൻ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ദെൻ ഐ വിൽ ഗോ വിത്ത് ഫുൾ സ്വിംഗ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഹാൻഡ് ഹോൾഡിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഒരു എൻ്റെ കരിയർ, ആ സീമെൻസിലെ കരിയറിന് ഇടയ്ക്ക് എനിക്ക് ഓൾമോസ്റ്റ് പിയാൻഡൽ എനിക്ക് മനസ്സിലായി how does this whole setup work. കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഈക്വലന്റ് ടു പെയിന്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഏകദേശം എല്ലാം ഒരേ മൂഡിലോട്ട് ഡീലർ മാനേജ്മെന്റ് ആണത്. ഓക്കെ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദെൻ ഐ മൂവ് ടു സർവീസ്. അപ്പോൾ അന്ന് ഇന്ത്യയിൽ 21 ടെലികോം കമ്പനീസ് ഉണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ. ഓക്കെ. ജോയിൻ ചെയ്ത് ടാറ്റ ഡോകോമോ, ടാറ്റ ടെലി സർവീസിൽ. അന്ന് ടാറ്റ വൺ ഓഫ് ദ ലാസ്റ്റ് എൻട്രന്റ് ആണ്. ദാറ്റ് ടു വിത്ത് CDMA ടെക്നോളജി. അപ്പം വലിയ ക്രൗഡഡ് ഹൈ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ അത്ര കോമ്പറ്റീഷൻ അല്ലാത്തൊരു പ്രിഫേർഡ് അല്ലാത്തൊരു പ്രോഡക്റ്റിനോട് നമ്മൾ ചെല്ലുന്നത്. കറക്റ്റ്. ഇറ്റ് വാസ് എ സ്ട്രഗ്ലിംഗ് പീരീഡ് ഫോർ ഓൾ ഓഫ് us, ഫോർ ദ കമ്പനീസ്. ഞാനൊരു 3-3.5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഐ ഷിഫ്റ്റഡ് ടു ICICI Lombard. അപ്പോൾ എനിക്കൊരു സർവീസ് ഇൻഡസ്ട്രിയുടെ ഫീലും കിട്ടി, എൻ്റെ ബാക്ക് സീമെൻസ് ഫീലും എനിക്ക് കിട്ടി. ഓക്കെ. ദെൻ വി ക്വിറ്റ് ഇൻ 2014. അത് എൻ്റെ ആദ്യത്തെ ബോസിനോട് ഞങ്ങൾ അതിന് മുമ്പ് പറഞ്ഞായിരുന്നു, സോ വി നീഡ് ടു ഡു സംതിങ്, ബിക്കോസ് ഈ സർവീസ് എന്ന് പറഞ്ഞൊരു പെയിൻ പോയിന്റ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയായിരുന്നു ആ പ്രോബ്ലം. ഇറ്റ്സ് എ പെയിൻ പോയിന്റ്. കറക്റ്റ്. അപ്പൊ അന്ന് പല ബ്രാൻഡുകളും ഈ ഓതറൈസ് ഫ്രാഞ്ചൈസിനെ വെച്ചിട്ടാണ് സർവീസ് കൊടുത്തുകൊണ്ടിരുന്നത്. സീമെൻസ് അന്നത്തെ കാലത്ത് ഇറ്റ് ഇസ് ഡയറക്റ്റ് ഫ്രം ദ കമ്പനി. കാരണം ഡീലേഴ്സ് കുറവാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. വി മാനേജ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ഡേറ്റ. അപ്പൊ നമുക്ക് മനസ്സിലായി ദർ ഇസ് എ പെയിൻ പോയിന്റ്. അപ്പൊ അവിടെ ഒരു സംഭവം അവിടെ മനസ്സിലാക്കേണ്ടത് ഹൗ ലോങ് ടേം റിലേഷൻഷിപ്സ് വർക്ക്സ് എന്നുള്ളത്. കാരണം നിങ്ങളെ പഴയ ബോസിന്റെ എത്ര കൊല്ലത്തിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും 2007 അടുത്ത 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും നിങ്ങൾ ഇതാണ്. പക്ഷേ യു ഹാഡ് എ വെരി ലോങ് ഹിസ്റ്ററി വിത്ത് യു ആർ ഇൻ ടച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു പെയിൻ പോയിന്റ് എന്നറിയാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും ഗ്ലാമർ ബിസിനസ്സിൽ ഉള്ളതിലും നല്ല മാർജിൻ ബോറിംഗ് ആൻഡ് എന്താ പറയാ അൺസെക്സി ബിസിനസ്സിലുണ്ട്. കറക്റ്റ്. അത് പക്ഷേ അത് വെളിയിൽ ചിലപ്പോൾ അറിയണമെന്നില്ല. സോ വി ഫൈനലൈസ് ദാറ്റ് വി വിൽ ഗോ ഇൻ ടു സർവീസ്. പിന്നെ ഞങ്ങളുടെ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ വാട്ട് ടു ഡു ഇൻ സർവീസ്. ഓക്കെ. അപ്പം ടു സ്റ്റാർട്ട് ഓഫ് എല്ലാ ആൾക്കാരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പെയർസ് കിട്ടുക എന്നുള്ള ഒരു ഇതാണ് മെയിൻ പ്രശ്നം. ഓക്കെ. സർവീസിന് നമുക്ക് ആൾക്കാരെ വെക്കാം, പക്ഷെ അതൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. ഈ എല്ലായിടത്തും ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ കോൾസ് എടുക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ക്യാപെക്സ് ആയിരിക്കും. പിന്നെ ഓപ്പറേഷനും ഭയങ്കര ക്യാപെക്സ് കൂടും. അപ്പോൾ നമ്മൾ വിൽ ഗോ വിത്ത് സ്പെയർസ്. അപ്പോൾ അന്ന് സ്പെയർസ് മിക്ക ബ്രാൻഡ്സിനും ഭയങ്കര റെസ്ട്രിക്റ്റഡ് സപ്ലൈ ആണ്. സോ വി സ്റ്റാർട്ടഡ് ദ കമ്പനി ഇൻ 2014. വി ട്രാവൽഡ് അക്രോസ് ഇന്ത്യ ഫോർ ഐഡന്റിഫൈങ് ദ OEM മാനുഫാക്ചേഴ്സ്. OEM പറയുമ്പോൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ്. ഓക്കെ. ഇവർ തന്നെയാണ് ബോഷിനോട് ഇല്ല, IFBK ഉണ്ടായി കൊടുക്കുന്നു, ഗോദ്രേജ് ഉണ്ടായി കൊടുക്കുന്നു, വേൾപൂൾ ഉണ്ടായി കൊടുക്കുന്നു. ഓക്കെ. അണ്ടർ ദെയർ ബ്രാൻഡ് നെയിം. ഓക്കെ. ചിലതൊക്കെ ആണെങ്കിൽ ഇവരുടെ സ്പെസിഫിക്കേഷൻ അവരുടെ ടെക്നോളജി കൊടുത്തിട്ട് അവർക്ക് തന്നെ കൊടുക്കുന്ന NDA സൈൻ ചെയ്ത ആൾക്കാരുണ്ട്. മനസ്സിലായി. അപ്പോൾ ഞങ്ങളിങ്ങനെ OEM സപ്ലൈസിനെ കണക്ട് ചെയ്ത് അപ്പോൾ ഈ സ്പെയർ പാർട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഒരു 98% വിത്തൗട്ട് ബില്ല. എനിക്കൊന്ന് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഓക്കെ. എന്തെല്ലാം പറഞ്ഞാലും ഇറ്റ്സ് 98% വിത്തൗട്ട് ബിൽ. അപ്പം നമുക്കിങ്ങനെ ഒരു സ്ട്രക്ചർഡ് ഫോമിൽ പോകുമ്പോൾ നമ്മൾ തീരുമാനിച്ചു വി ഷുഡ് ബി പ്രോപ്പർലി വിത്ത് ബിൽ ആൻഡ് ഓൾ. അങ്ങനെയാണ് നമ്മളത് സ്കെയിലപ്പ് ചെയ്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് വാറ്റ 18% ആണ് ടാക്സ് പെർസെൻറ്റേജ്.
സ്ട്രെയിറ്റ് അവേ 18% ആണ് നമ്മളുടെ അപ്പ്. ഒരാൾ 100 രൂപയ്ക്ക് കൊടുത്താൽ വിത്തൗട്ട് ബില്ല് കൊടുത്താൽ ഞാൻ അതേ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് 118 റുപ്പീസ്. ആൻഡ് നമ്മൾ അഡ്രസ് ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ B2B ആയിരുന്നു അന്ന്, സർവീസ് ടെക്നീഷ്യൻസ് ആയിരുന്നു അന്ന്. ടെക്നീഷ്യൻസ് ഡയറക്റ്റ് ടെക്നീഷ്യനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഈ they will count everything. നമുക്കത് പറ്റത്തില്ല. അപ്പം ഫൈനലി വി ഡിഡ് നമ്മുടെ ഒരു ഗട്ട് ഫീൽ നമ്മൾ ട്രാവൽ ചെയ്ത് അക്രോസ് ഇന്ത്യ. എന്നിട്ട് നമ്മൾ OEM-നോട് പറഞ്ഞു, സോ നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ടപ്പാണ്, ഞങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചെയ്യൂലെന്നറിയാം, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, യു നീഡ് ടു സപ്പോർട്ട് അസ്. ഞങ്ങൾ രണ്ടുപേരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അപ്പം അത് ഹെൽപ്പ് ചെയ്തു അവിടെ പലയിടത്തും. അപ്പം അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ കുറേ അടുത്ത് ആരും ചെന്നിട്ടില്ല. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, വി വോണ്ട് ടു ഡു ദിസ് ഇൻ എ പ്രോപ്പർ മാനർ. അപ്പം ബട്ട് വി ഡോണ്ട് വാണ്ട് ക്രെഡിറ്റ്, വിൽ ഗിവ് അപ്ഫ്രണ്ട് പേയ്മെന്റ്. ബട്ട് യു നീഡ് ടു ഗിവ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്രൈസ് വിത്ത് വെരി ലോ MOQ. കാരണം നമുക്ക് തുടങ്ങുന്നേ ഉള്ളൂ. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അപ്പം ഏറ്റവും കുറഞ്ഞ സാധനം ഇപ്പം 1000 പീസ് എടുക്കുന്ന ആളുടെ പ്രൈസ് തന്നെ ഞങ്ങൾക്ക് 50 പീസ് എടുത്താലും തരണം. പക്ഷേ അഡ്വാൻസ് തരാം, ഓൺ ദ ടേബിൾ സ്പോട്ടിൽ പേയ്മെന്റ് തരുന്നു. വി വാണ്ട് പ്രോപ്പർ ബിൽ. ദേ ആർ മോർ ദ മോർ ഹാപ്പി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചേഴ്സ് എല്ലാം ബില്ല് അവർ റെഡിയാ, ഈ ചെയ്യുന്ന ആൾക്കാർക്കാണ് വേണ്ടാത്തത്. അപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാർ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ അഡ്വാൻസ് ക്യാഷ് തരാം, ഞങ്ങൾക്ക് വിത്ത് ബില്ല് വേണം. അപ്പൊ അവരുടെ എല്ലാം അവർക്ക് റിസ്ക് ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഈ കമ്പനികളുടെ OEM മാനുഫാക്ചേഴ്സിനെ അറിയാമായിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു സർക്കിൾ നമുക്കൊരു കോൺഫിഡൻസ് യെസ് വി ക്യാൻ ലോഞ്ച്. ഈ ഞങ്ങളൊരു 2015 എൻഡോട് കൂടി വി സ്റ്റാർട്ടഡ് ലോഞ്ചിങ് ദ ഫ്രാഞ്ചൈസി മോഡ്. ഞങ്ങൾ ഓഫ്ലൈനാണ് തുടങ്ങിയത്. ഞങ്ങൾ ആദ്യത്തെ സ്റ്റോർ പോണ്ടിച്ചേരി ഞങ്ങൾ ഓപ്പൺ ചെയ്തു. പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ സീമെൻസിന്റെ ഞങ്ങളുടെ തന്നെ ഇതിലുള്ള ഒരു എക്സ് സർവീസ് ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. ഒരു നോൺ പേഴ്സൺ ആണല്ലോ. സോ വി സ്റ്റാർട്ടഡ്. അപ്പോൾ അവന്റെ അടുത്ത് നമ്മൾ പണി പഠിക്കുകയും ചെയ്യാം. മനസ്സിലായി. എന്തെങ്കിലും നമുക്കറിയാലോ, ഒന്ന് ഫൈൻഡ് ഡൗൺ ചെയ്യണമല്ലോ. നോൺ പേഴ്സൺ ആകുമ്പോഴത്തേനും നമുക്ക് പറയാം. ഞങ്ങൾ ഈ ഓപ്പൺ ഇൻ പോണ്ടിച്ചേരി. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഓവർ എ സ്പാൻ ഓഫ് 2015 to 2017 ഞങ്ങൾ 11 ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്തു ഇൻ 3 സ്റ്റേറ്റ്സ്. അപ്പോൾ ഫ്രാഞ്ചൈസി ഓണർ നിങ്ങൾക്ക് കാശ് തരുമോ? എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഫ്രാഞ്ചൈസി ടു ബി ഫ്രാങ്ക് നമ്മൾ വിത്തൗട്ട് ഫ്രാഞ്ചൈസി ഫീ ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. സ്റ്റാർട്ട് വേണമല്ലോ. പിന്നെല്ലാം നോൺ ആളുമാണ്. അത് കഴിഞ്ഞെല്ലാം ഞങ്ങൾ ഫ്രാഞ്ചൈസി ഫീ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റോക്ക് അയച്ചു കൊടുക്കും? സ്റ്റോക്ക് കൊടുക്കും. അപ്പം നമ്മൾ B2B നമ്മളൊരു ഇൻക്ലൂഡിങ് ഹാസനി വരെ ഞങ്ങൾക്ക് ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു. ഹാസൻ, ബാംഗ്ലൂർ, കർണാടകയിലെ ഹസൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ വരെ ഞങ്ങൾക്ക് ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു. തൂത്തുക്കുടി, മാംഗ്ലൂർ, ട്രിവാൻഡ്രം. ഫ്രാഞ്ചൈസി ഓണേഴ്സ് നിങ്ങളെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ അവരെ കണ്ടുപിടിക്കായിരുന്നു. കാരണം അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും വലിയ ഇതൊന്നുമില്ല. ബേസിക്കലി ഈ ടെക്നീഷ്യൻസ് ആരൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അകത്ത് ഇതിന്റെ ഒരു സ്പെയർ പാർട്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അതിന്റെ ഒരു കൊളോക്കൽ ലാംഗ്വേജ് ഉണ്ട്. കമ്പനി ഡോക്യുമെന്റിൽ ചിലപ്പോൾ ഫീഡ് വാൽവ് എന്നായിരിക്കും ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് പറയുന്നത്. അത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ വേറൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അല്ലെ കമ്പനിയിൽ സോളിനോഡ് വാൽവ് എന്നായിരിക്കും. അത് ഈ ടെക്നീഷ്യന്റെ ഫീൽഡിൽ അത് ഫീഡ് വാൽവ് എന്നുള്ളത് സോളിനോഡ് വാൽവ് എന്നായിരിക്കും പറയുന്നത്. അങ്ങോട്ട് അപ്പം അത് അറിയാവുന്ന ആൾക്കാർ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ പൈസ ഉള്ള ഒരാൾക്ക് വന്നിട്ട് സ്പെയർ പാർട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഈവൻ ഞങ്ങൾ സെയിൽസിൽ നിന്ന് വന്നപ്പോഴും പറയാൻ ഒരു കാര്യം മറന്നുപോയി, ഞങ്ങൾ തുടങ്ങിയ 3 പേരായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു കൗണ്ടർ പാർട്ട് കർണാടകയിൽ നിന്ന് പുള്ളി സീമെൻസിൽ തന്നെ സർവീസിലുണ്ടായിരുന്നു. അപ്പം ലോങ് ടേം ഗെയിംസ് വിത്ത് ലോങ് ടേം പീപ്പിൾ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ ബിസിനസ് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വിട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ടെക്നോളജി ഈ ടെക്നിക്കൽ ടേംസ് ഉള്ള കാരണം ഇച്ചിരി ഒരു പരിചയമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ആൾക്കാരെല്ലാം ഈ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ഒന്നുകിൽ കമ്പനികളിൽ സർവീസ് ടെക്നീഷ്യനായിട്ട് ലോങ് ടേം വർക്ക് ചെയ്തു, എന്നിട്ട് ദേ വാണ്ട് ടു ഹാവ് എ ബിസിനസ് കൈൻഡ് ഓഫ് തിങ്. ഒരു പ്രായമായി കഴിഞ്ഞാൽ സർവീസ് ഫീൽഡിൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്പം ഞങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ സെറ്റിംഗ് ഒക്കെ ചെയ്തു. എല്ലായിടത്തും ഒരു 1000 സ്ക്വയർ ഫീറ്റോളം ഏരിയ ഉള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഷോറൂംസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി ഓണർ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫ്രാഞ്ചൈസി ഓണർ ഫ്രാഞ്ചൈസി ഫീ തരുന്നു, നമ്മൾ സ്പേസ് അവർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞ സ്പേസ് ഇസ് എ ഹൈ മാർജിൻ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് B2B ആണ്. അപ്പം ദേ കേറ്റർ ടു ദ ടെക്നീഷ്യൻസ് ആൻഡ് ടെക്നീഷ്യൻസ് കേറ്റർ ടു ദ എൻഡ് കസ്റ്റമർ. അപ്പോൾ നമ്മൾ ഇവർക്കൊരു മാർജിൻ വെച്ചിട്ടുണ്ടായിരുന്നു 30%. ഏത് ഫ്രാഞ്ചൈസി ഓണർക്ക് 30% ഉണ്ട്, മാർജിൻ ഇസ് ദർ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഫ്രാഞ്ചൈസി സ്റ്റോറിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയിലെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള ഡീലേഴ്സ് കഴിഞ്ഞ 10 കൊല്ലം വിറ്റ അപ്ലയൻസസ് ബ്രാൻഡിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും.
അതിനാണല്ലോ അതിനാണല്ലോ സർവീസ് റിക്വയർമെന്റ് വരിക. ഉള്ളത്. അപ്പം ചില ഏരിയയിലൊക്കെ പല ബ്രാൻഡ്സ് ആയിരിക്കും. ആ. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ബ്രാൻഡ് ആയിരിക്കും അവിടുത്തെ ഡീലേഴ്സ് ചെയ്യുന്നത്. Correct. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തെല്ലാം നമ്മുടെ പ്ലാനിങ് എവറിങ് വാസ് ഫൈൻ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രാഞ്ചൈസി നമ്മൾ സ്റ്റോക്ക് സപ്ലൈ ചെയ്യുന്നു. വി ഹാവ് ആൻ ഇൻ ഹൗസ് ERP, വെയർ ഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ ഉണ്ടായിരുന്നു. ഓക്കെ. കാരണം വി ഹാവ് അറ്റ് ദാറ്റ് ടൈം വി ഹാവ് ക്ലോസ് ടു 1800 SKUs. ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് ഇതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ കസ്റ്റമായിട്ട് ചെയ്യിപ്പിച്ചു പുറത്തുനിന്ന് ഒരു കമ്പനി? 100% കസ്റ്റമല്ല. ഒരു നേരത്തെ വേറൊരു ഇൻഡസ്ട്രിക്ക് കേറ്റർ ചെയ്യുന്നൊരു ERP ഉണ്ടായിരുന്നു. അത് ഫൈൻ ട്യൂൺ, അത് നമ്മളുടെ വേണ്ടി നമ്മളത് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അത് അവർ പലർക്കും കൊടുത്തു. ദേ ആർ ഓൾസോ ഹാപ്പി, വി ആർ ഓൾസോ ഹാപ്പി. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കുറവായിരിക്കും. കറക്റ്റ്. അപ്പം പക്ഷേ വി ഹാവ് ആൻ ERP. ERP വന്നേ പിന്നെയാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് പർച്ചേസ് ഓർഡർ, കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഈവൻ നമ്മുടെ വെയർ ഹൗസിലെ സ്റ്റോക്ക് പോലും ഫ്രാഞ്ചൈസി കാണാൻ പറ്റും. അത് നിങ്ങൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ERP ഡിപ്ലോയ് ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ തന്നെ. പക്ഷേ ഈവൻ കോർപ്പറേറ്റ്സ് വിൽ സ്റ്റാർട്ട് ഇൻ വിത്ത് ആൻ എക്സൽ ഷീറ്റ്. കറക്റ്റ്. നേരെ തിരിച്ചാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്. അതെ. കോർപ്പറേറ്റ് സ്റ്റാർട്ട് ദെൻ ദേ വിൽ ഓൺ ദ ഗോ സെറ്റ് ചെയ്യാം. ഓൺ ദ വേണം മിക്കവാറും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ നമുക്ക് അത്രയും നമ്മൾ തെറ്റിപ്പോയ പൊളിഞ്ഞു പോകുമല്ലോ. എല്ലാ പൈസയും ഇമ്പോർട്ടന്റ് ആണല്ലോ. കറക്റ്റ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കതുണ്ടായിരുന്നു. ഫ്രാഞ്ചൈസി സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ്. ട്രാക്ഷൻ വാസ് ദർ, റിയലി ട്രാക്ഷൻ. അപ്പം പക്ഷേ ഞങ്ങൾ ഇച്ചിരി ഒരു സോഷ്യലിസ്റ്റിക് മൈൻഡിൽ നമ്മൾ ഒരു ടൗണിന്റെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല വേറൊരു ടൗണിലെ പൊട്ടൻഷ്യൽ. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്തും, നമുക്ക് യൂണിഫോം പ്രൈസിങ് ഞങ്ങൾ വെച്ചു. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്വാണ്ടിറ്റി ദ പ്രൈസ് വിൽ ബി ദ സെയിം. ഒരു ഫ്രാഞ്ചൈസി 100 പീസ് എടുത്താലും ഒരു 10 പീസ് എടുത്താലും ദ പ്രൈസ് വിൽ ബി സെയിം. അത് നമ്മുടെ സിസ്റ്റത്തിൽ കിട്ടും. നമുക്ക് മാർജിൻ ഉള്ളതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. അപ്പോൾ അവർക്ക് എന്നിട്ട് PO ഇടാൻ പറ്റും, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം ഇങ്ങനെ തുടങ്ങിയത് ഞങ്ങൾ പർച്ചേസ് ഓർഡർ. ഓക്കെ. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ചെയ്ത കാരണം നമ്മൾ ഈ 3 സ്റ്റേറ്റിലും ഫോക്കസ്. കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ്, എൻ്റെ ബോസ്, എൻ്റെ പാർട്ണർ ഒരാൾ ചെന്നൈയിൽ നിന്നാണ്, ഒരാൾ കർണാടക. ഈ 3 സ്റ്റേറ്റും ഞങ്ങൾ അങ്ങനെയാണ് ആദ്യം വന്നത്. ഞങ്ങളൊരു 11 ഫ്രാഞ്ചൈസീസ് സ്റ്റാർട്ട് ചെയ്തു. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് മനസ്സിലായി നമ്മളുടെ മാർജിൻ ഒരു 15 to 20% ഉള്ളൂ. മറ്റവർക്ക് 30%. മറ്റേ ടെക്നീഷ്യന് അത് ഒരു ക്ലോസ് ടു 60% ഉണ്ട്. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവർ പീരീഡ് ഓഫ് മനസ്സിലായി ദ മോർ ഫ്രാഞ്ചൈസി യു ഹാവ്, യുവർ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഹൈ. ഇവർക്കൊക്കെ എല്ലാ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യണം. നമ്മൾ പ്രൊക്യൂർ ചെയ്യണം. ഇത് കാരണം ഇതിന് ഒരു ഷോർട്ട് സപ്ലൈ വരാൻ പാടില്ല. പക്ഷെ ഫ്രാഞ്ചൈസി ഫീ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഇല്ല. ഫ്രാഞ്ചൈസി നമ്മൾ അന്ന് 2 lakhs rupees ചെറിയ പൈസ ഫ്രാഞ്ചൈസി ഫീ ഉണ്ട്. ബാക്കി അഗൈൻസ്റ്റ് മെറ്റീരിയൽ നമ്മൾ പേയ്മെന്റ് കിട്ടും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ആ ഒരു 11 ഫ്രാഞ്ചൈസി എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഡിപ്ലോയ്മെന്റ് ആയിരുന്നു. നമ്മൾ ഈ കോർപ്പറേറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയ ഒരു വാശിക്കും നമുക്ക് വി ക്യാൻ ഡു ഇറ്റ് എന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്തു. എത്ര കാലം കൊണ്ടായിരുന്നു? 2.5 years. 2.5 years. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ബാക്ക് ടു ബാക്ക് കാൽക്കുലേഷനിൽ നമ്മുടെ ക്യാപെക്സ് റിക്വയർമെന്റ് ഷൂട്ടപ്പ് ചെയ്തു. കാരണം നമ്മൾ അവിടെ പറഞ്ഞേക്കുന്നത് നോ ക്രെഡിറ്റ്. കറക്റ്റ്. ഇവർക്ക് അഡ്വാൻസ് കൊടുക്കും വേണം, മറ്റവർക്ക് ക്രെഡിറ്റ് കൊടുക്കും. മറ്റവർക്ക് ചെറിയ ക്രെഡിറ്റ് കൊടുക്കും. നമ്മൾ ഈ മേശപ്പുറത്ത് വെക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അന്നേരം എൻ്റെ തോന്നി നമുക്കിത് വേറെ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ഡെറ്റിന് താല്പര്യമില്ലായിരുന്നു. നമുക്ക് മനസ്സിലായി നമുക്ക് ഇത് ഒരു പരിധിയിൽ കൂടുതൽ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളപ്പം മെൻ്റലി പ്ലാൻ ചെയ്ത് നമുക്ക് നമ്പേഴ്സ് നിർത്താം. ഒരു വിൽ സി ഹൗ ഇറ്റ് ഇസ്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു ഇതെന്ന് പറഞ്ഞാൽ സർവീസ് ആൾക്കാർക്ക് സെയിൽസ് ആറ്റിറ്റ്യൂഡ് ഇച്ചിരി കുറവായിരിക്കും നോർമലി. ഓക്കെ. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേനും ഞാൻ ഒരു കോർപ്പറേറ്റീവ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഏൺ സോ മച്ച്. ഞാൻ വെറുതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അത് തന്നെ കിട്ടിയല്ലോ, ദേ ആർ ഹാപ്പി. അപ്പോൾ എനിക്ക് ഈ ഫ്രാഞ്ചൈസിനെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പരിധിയിൽ കൂടുതൽ ഒരു സെയിൽസ് മോഡിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. തന്നെ ഇതൊരു ഗ്ലാമർ ഇല്ലാത്ത പ്രോഡക്റ്റാണ്. വെൻ സംതിങ് ബ്രേക്സ് ഡൗൺ പീപ്പിൾ വിൽ തിങ്ക് ഓഫ് ദിസ്. അല്ലേ? അല്ലാതെ ഒരു നീഡ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്പേഴ്സ്, കാരണം നമ്മൾ ബാക്ക് ടു ബാക്ക് OEMസിനോട് പറഞ്ഞേക്കുന്ന മൈ വോളിയം ഇൻക്രീസ് ഐ വിൽ ഗെറ്റ് എ ബെറ്റർ പ്രൈസ്, അല്ലെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടും, നമ്മൾ അന്നേരം ചോദിക്കാൻ തുടങ്ങി. അത് വരാ വന്നപ്പോഴത്തേനും നമ്മളൊരു ഡ്രൈവ് ചെയ്തപ്പോഴത്തേനും ഇവർക്കും ഫീൽ ചെയ്തു മരം എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യൂലേ, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഇത് അധികം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അന്നേരം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരാൻ തുടങ്ങി, വാട്സാപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ അന്നേരം അതിൻ്റെ അത് ടെംപ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കസ്റ്റമറിന്റെ ബർത്ത്ഡേക്ക് ഇവരെ കൊണ്ട് വിഷ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അവർക്കൊന്നും ആരും വിഷ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ. നമ്മൾ വിഷ് അങ്ങനെ ഒരു നല്ലൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ബട്ട് ഫൈനലി വി ഡിസൈഡ് ദാറ്റ് ദിസ് മോഡൽ വിൽ നോട്ട് ടേക്ക് us anywhere. അപ്പോൾ ഞങ്ങൾ ഫ്രാഞ്ചൈസിയോട് പറഞ്ഞു, വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് മോഡൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, വീൽ സപ്ലൈ, ബട്ട് ഓൺ എ ഫ്രാഞ്ചൈസി മോഡിൽ നമ്മൾ നിർത്തുകയാണ്. വി വിൽ സെറ്റിൽമെന്റ് എല്ലാം ഞങ്ങൾ നടത്തി.
അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇത് വന്നപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു ദർ ഇസ് നോ അതർ വേ. നമ്മുടെ ആ ഫസ്റ്റ് സർവീസ് പാർട്ണർക്ക് ഞങ്ങളോട് ഒരാൾ സർവീസിലുണ്ടായിരുന്നല്ലോ, പുള്ളിക്ക് അപ്പോൾ അതിനകത്ത് അത് അങ്ങനല്ല ഇങ്ങനെയാണെന്നുള്ളത് തോന്നുന്നത് ഹി ക്വിറ്റ്. അപ്പോൾ 2 സെയിൽസുകാർ 11 ഫ്രാഞ്ചൈസിയിലെ സ്റ്റോക്സ് ഫുൾ നിങ്ങൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ വിൽ ഗീവ് നമ്മൾ തീരുന്നതനുസരിച്ച് വി ഗെറ്റ് അവരുടെ ലിവറേജ് കിട്ടി. അതൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്താൽ ഓക്കെ. 11 ഫ്രാഞ്ചൈസിയിലെ സ്റ്റോക്ക് 2 സെയിൽസിൽ, പ്രത്യേകിച്ച് എനിക്ക് ഏത് സ്പെയർ വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ സോ ഇറ്റ്സ് എ ഡിലേമ. 1700 SKUs ഉണ്ട്, ഓൾമോസ്റ്റ് 1000. അപ്പോൾ അത് ഫുൾ നിങ്ങളെ സെൻട്രൽ വെയർ ഹൗസിലേക്ക് തിരിച്ചത്. എത്ര എമൗണ്ട് ഇൻവെന്ററി ആയിരിക്കും അത്? അതൊരു ക്ലോസ് ടു 75 to 1 CR ഇൻവെന്ററി ഉണ്ടെന്ന് ഇൻവെന്ററി ആയിട്ട് ഇരിക്കുകയാണ്. കുറെയൊക്കെ നമ്മൾ B2B തന്നെ കുറച്ചൊക്കെ കൊടുത്തു. അപ്പൊ നമ്മൾ ഈ അങ്ങോട്ട് തള്ളുമ്പോഴത്തേനും ക്രെഡിറ്റ് വേണം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ വി നീഡ് ടു ലിക്വിഡേറ്റ് ചെയ്യണം. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്തു. പക്ഷെ ഇത് എന്ത് ചെയ്യും? ഓക്കെ, അപ്പം വി നീഡ് വിൽ ഗോ ഓൺലൈൻ, നോ അതർ വേ. കറക്റ്റ്. ഓക്കെ, അപ്പം ആ സമയത്ത് വി എൻറ്റേർഡ് ആമസോൺ ഇൻ 2018. അപ്പോൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്ത് ധൈര്യത്തിൽ ആമസോണിൽ ലിസ്റ്റ് ചെയ്തത്? ആമസോണിൽ കാറ്റഗറി ഇല്ലെന്ന്. കാറ്റഗറി ഇല്ല, ബട്ട് ആമസോണിൽ US കാറ്റഗറി ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി? അത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ഇല്ല, ഇവിടെ ആ കാറ്റഗറി ഇല്ല. അപ്പം നമ്മൾ പറഞ്ഞ് വി ആർ ദ ഫസ്റ്റ് ഇൻ ദാറ്റ് കാറ്റഗറി. ഓക്കെ. അപ്പം ഞങ്ങളായിട്ടാണ് ലിസ്റ്റ് ചെയ്യിപ്പിച്ചത്. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്ന ഫസ്റ്റ് സെയിൽ വന്ന ദിവസം ഒരു സാധനം വന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. ഒരെണ്ണം വന്നല്ലോ, എന്തോ സംഭവിച്ചു, സംബഡി ഈസ് ബൈയിങ്. അങ്ങനെയാണ് ആ ട്രാക്ഷൻസ് തുടങ്ങി. ഞങ്ങൾ അന്ന് 1200 SKUs ഉണ്ടെങ്കിലും ഞങ്ങൾ അന്ന് എടുത്തൊരു കോൾ എന്ന് പറഞ്ഞാൽ ആ 1800 SKUs ചില കമ്പോണൻസ് ഒരു ടെക്നീഷ്യന് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ തൽക്കാലം ആമസോണിൽ വെച്ചിട്ട് കാര്യമില്ല. കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കസ്റ്റമർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. ലൈക്ക് എന്തായിരുന്നു അന്നത്തെ നോബ്സ്, ചെറിയ നമുക്കൊരു ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അങ്ങനെ സാധനങ്ങളുണ്ട്. ഹെവി ആയിട്ടുള്ള അല്ലാത്ത ടൂൾസും എക്യുപ്മെന്റ്സും വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ നമ്മുടെ സാധനം എല്ലാം ഉണ്ട്. റൈറ്റ്. അപ്പോൾ നമ്മൾ പിന്നെ ഷൂട്ടിങ് ഒന്നും അറിയില്ല നമുക്ക്. നമ്മളെല്ലാം ഈ പറഞ്ഞാൽ ആദ്യം മൊബൈലിൽ എടുത്തു, അന്നേരം ക്ലാരിറ്റി പോരാ. അപ്പൊ അതെല്ലാം അറിയാലോ, ഈ കോമിന്റെ ആദ്യത്തെ ഇറ്റ്സ് ഇമേജ് ആണ് നമ്മളുടെ എല്ലാം. അതെല്ലാം റെക്ടിഫൈ ചെയ്തു. അപ്പം നോയിങ്ലി ഓർ അൺനോയിങ്ലി ഞങ്ങൾ എല്ലാ ലിസ്റ്റിംഗും സ്റ്റാർട്ട് വിത്ത് പാർട്സ് വേൾഡ് എന്നുള്ള പേരിലാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തത്. പക്ഷെ അന്ന് അങ്ങനെ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയുടെ പേര് പാർട്സ് വേൾഡ്. അത് ട്രേഡ് മാർക്ക് നമ്മളിലുള്ള. അപ്പോൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി കിടക്കട്ട പാർട്സ് വേൾഡ്. അതിൻ്റെ അകത്ത് വേറെ തോട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലോഞ്ച്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു വേൾപൂളിന്റെ ഒരു കമ്പോണന്റ് ആണെന്ന് നോക്കും, പാർട്സ് വേൾഡ്, ഫീഡ് വാൽവ് അല്ലെങ്കിൽ സോളിനോയിഡ് വാൽവ് കോമ്പാറ്റബിൾ ഫോർ വേൾപൂൾ. അപ്പോൾ എല്ലാ ലിസ്റ്റിംഗ് സ്റ്റാർട്ട് വിത്ത് പാർട്സ് വേൾഡ്. അത് ബൈ ഡിസൈൻ അങ്ങനെ ആക്കി. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതുമല്ല, കിടക്കട്ടെന്നും ചെയ്തതാണ്. അപ്പം ഞങ്ങൾ വെബ്സൈറ്റിൽ വന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഫാസ്റ്റ് ലീപ് ഫോർവേഡ് ചെയ്തേനെ. അല്ല, ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ, വി കോൾ ഇറ്റ്, നമ്മുടെ കാപ്പെക്സ്, നമ്മൾ വൈറ്റമിൻ എം എന്നാ പറയുന്നത്. വൈറ്റമിൻ എം വളരെ ലിമിറ്റഡ് ആണ്. ഞങ്ങളുടെ അന്ന് തൊട്ടുള്ള സ്റ്റാഫ് ഇന്നും ഉണ്ട്. അപ്പം അത് വി ആർ ഏബിൾ ടു ഹാൻഡ് ഹോൾഡ്. അപ്പം വൈറ്റമിൻ ലിമിറ്റഡ് ആണ്. നമുക്കൊരു ആമസോണിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പം കുറെ പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ്. അപ്പോൾ അന്നൊക്കെ ഈ ട്രെയിനിങ്, അന്ന് ആമസോണിന്റെ ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ട് ബാംഗ്ലൂരൊക്കെ. ചിലത് പെയ്ഡാണ്, ചിലത് ഇതായിരുന്നു. നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ബാക്കി നോക്കി നമ്മൾ ഇതൊക്കെ. അപ്പം ആമസോൺ ഈ ആപ്പിൾ പോലെ ഓൾമോസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററിയാ എന്റെ ബാക്ക് എൻഡ്. അങ്ങനെ തെറ്റിപ്പോകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ കീവേഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു ഫൈൻ. നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് മൂവിങ്. ടു അവർ സർപ്രൈസ് നമ്മളുടെ ഒരു 80% കസ്റ്റമേഴ്സ് ലേഡി കസ്റ്റമേഴ്സ് ആണ്. അതെങ്ങനെ മനസ്സിലായി? കിട്ടൂലല്ലോ, കസ്റ്റമറുടെ പേര് വരുമല്ലോ, പേര് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഓരോ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇല്ല. ആദ്യം കിട്ടുമായിരുന്നു. തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഇൻക്ലൂഡിംഗ് നമ്പർ, മൊബൈൽ നമ്പർ വരെ കിട്ടുമായിരുന്നു. എല്ലാം കിട്ടുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അന്നേരം ഈസി ഷിപ്പ് ആയിരുന്നു. നമ്മളുടെ അടുത്ത് തന്നെ വരുന്നു. നമ്മൾ അന്നേരം തീരുമാനിച്ചു. ഞങ്ങൾ ആദ്യം ലോഞ്ച് ചെയ്തപ്പം ഞങ്ങളുടെ ഓഫ്ലൈൻ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു 3PL ലോജിസ്റ്റിക്സിനെ കൊടുത്തിരുന്നത്. നമുക്ക് അന്നേരം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, വെയർ ഹൗസിനൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നൈയിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടൈംലി കോർഡിനേഷൻ. നമ്മൾ അവരുടെ ചെറിയ ക്ലയന്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ വലിയ ക്ലയന്റിന് അവർ പ്രിഫറൻസ് ഒബ്വിയസ്ലി. അപ്പോൾ നമുക്ക് ഇതെല്ലാം പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, വി വിൽ നോട്ട് മൂവ് ഇൻ ടു FBA ഇനീഷ്യലി.
നമ്മൾ തന്നെ ഇത് പണി പഠിക്കണം, ഡയറക്റ്റ് ഷിപ്പ് പണി പഠിക്കണമല്ലോ. കറക്റ്റ്. എന്ത് വന്നാലും നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എറണാകുളത്തിന് ഷിപ്പ് ചെയ്യാം? അല്ല, ഞങ്ങളുടെ ഓഫീസ് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ലൊക്കേഷൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇത് എന്ത് വന്നാലും നമ്മൾ തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു ആ സമയത്ത്? ഇല്ല, പോയി വരെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്യുള്ളൂ തീരുമാനമെടുത്തു. അപ്പോൾ ഈസി ഷിപ്പ് എടുത്തു. അപ്പോൾ പാക്കിംഗ് പഠിച്ചു, ടാറ്റ് പഠിച്ചു, കാര്യങ്ങളെല്ലാം പഠിച്ചു. നമുക്കറിയാം ഇത് ഓടും. അപ്പോൾ നമ്പർ സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വി ഗോട്ട് സെല്ലർ ഫ്ലെക്സ് ഫെസിലിറ്റി. സെല്ലർ ഫ്ലെക്സ് ഫെസിലിറ്റി അറിയാലോ? അതായത് പ്രൈം ടാഗ് ഉണ്ടല്ലോ, ആമസോൺ ലിസ്റ്റ് പ്രൈം ടാഗ് ഉണ്ട്. അത് നോർമലി കിട്ടുന്നത് നമ്മുടെ പ്രോഡക്റ്റ് FBയിൽ വെക്കുമ്പോഴാണ് പ്രൈം ടാഗ് കിട്ടുന്നത്. ഈ പ്രൈം ടാഗിന്റെ ഒരു പ്രത്യേകത, മേടിക്കുന്ന പ്രൈം കസ്റ്റമേഴ്സിന് ഡെലിവറി ഫ്രീ ആയിരിക്കും. അവർ ചാർജ് ചെയ്യത്തില്ല. ബാക്ക് ടു ബാക്ക് സെല്ലറെ ചാർജ് ചെയ്യും. സെല്ലർക്ക് കിട്ടും, പണി കിട്ടും. നത്തിങ് ഇസ് ഫ്രീ. അതെ. ബാക്ക് അപ്പം നമ്മളുടെ ടാറ്റ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ സ്കാനറിൽ പെട്ടു. കാരണം ഒന്നാമത് നമ്മൾ വഴക്കുണ്ടാക്കിയാണ് ഈ കാറ്റഗറി ഓപ്പൺ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവരിങ്ങനെ ക്ലോസ് വാച്ചിങ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഓർഡർ വന്നു, നമ്മൾ ഒരിക്കലും ലേറ്റ് ഷിപ്മെന്റ് ഇല്ല, കസ്റ്റമർ റിട്ടേൺസ് വളരെ കുറവാണ്. ആദ്യം കൂടുതലായിരുന്നു, പക്ഷെ അത് ആ കസ്റ്റമർ തന്നെ പിന്നെ പർച്ചേസ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇമേജ് കണ്ടിട്ടാണല്ലോ ഇത് വാങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ 3 ത്രെഡ് ആയിരിക്കും ആളുകളിൽ ഇരിക്കുന്ന കമ്പോണന്റ്, നമ്മുടെ ഇമേജിൽ 4 ത്രെഡ് ആയിരിക്കും. കസ്റ്റമർ നോക്കില്ല, കസ്റ്റമർ ഇതാന്നോർത്ത് അത് വാങ്ങും. ഇത് ചെന്ന് കഴിയുമ്പോൾ ഇത് കോമ്പാറ്റബിൾ ആകത്തില്ല, റിട്ടേൺ ചെയ്തിട്ട്. പക്ഷെ ആ കസ്റ്റമർ തന്നെ വേറൊന്നും പർച്ചേസ്. ഓക്കെ. അപ്പം ആമസോണിന്റെ അൽഗോരിതം നോക്കുമ്പോഴത്തേനും റിട്ടേൺ വരുന്നുണ്ട്, പക്ഷേ സെയിം കസ്റ്റമർ ഈസ് ഫുൾഫില്ലിംഗ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ്. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എല്ലാം ആമസോണിൽ ഏകദേശം ഇൻടാക്ട് ആണ്. അപ്പോൾ അവരിങ്ങനെ നമ്മളെ എങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു സെല്ലർ ഫ്ലെക്സ്, യു ആർ ഇൻവൈറ്റഡ് ഫോർ സെല്ലർ ഫ്ലെക്സ് പ്രോഗ്രാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഓഫീസൽ വെയർഹൗസ് വന്ന് ഇൻസ്പെക്ട് ചെയ്യും. ആമസോൺ വെയർഹൗസിൽ ഇരിക്കുന്ന പോലെ ഏകദേശം, അതായത് ദർ ഷുഡ് ബി എ ഡെലിവറി ഏരിയ, ദർ ഷുഡ് ബി എ പാക്കിംഗ് ഏരിയ, ദർ ഷുഡ് ബി സ്റ്റോക്കിംഗ് ഏരിയ. എല്ലാവരും നിലത്ത് ഇങ്ങനെ വരച്ച് നമ്മൾ അറിയില്ലേ, ആൻഡ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രിന്റർ, ലേബലിംഗ്, അതെല്ലാം അവർ പറയും. അതെല്ലാം നമ്മൾ അറിയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്രൈം ടാഗ് ബൈ കീപ്പിംഗ് ദ പ്രോഡക്ട്സ്. നമ്മുടെ വെയർഹൗസിൽ ഇരുന്നാലും പ്രൈം ടാഗ് കിട്ടി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ്, അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ യു നീഡ് ടു വർക്ക് ഓൺ എ സൺഡേ ഓൾസോ. പ്രൈം ടാഗ് സെല്ലർ ഫ്ലെക്സ് ആണെങ്കിൽ 12:59 വരുന്ന ഓർഡർ പോലും 1 മണിക്ക് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അയാൾ പിക്ക് ചെയ്യാൻ വരുന്ന ചിലപ്പോൾ 2 മണിക്ക് അറിയാം, ബട്ട് ടെക്നിക്കലി പറയുകയാണെങ്കിൽ അപ്പം തന്നെ ഫുൾഫിൽ ഒന്നിന് വന്നത് പിന്നെ അടുത്ത ഒന്നിന് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഇതിന്റെ എല്ലാം ഒരു സിമിലർ ടു കീപ്പിംഗ് ഇൻ FBA. ഓക്കെ, അതാണ്. അപ്പൊ നമുക്ക് സെല്ലർ ഫ്ലെക്സ് ഉണ്ട്, പക്ഷെ എന്നാലും കസ്റ്റമർ അടുത്ത് അത്ര സ്പീഡിൽ എത്തൂലല്ലോ. സ്പീഡിലെത്തൂല. ഇനീഷ്യലി ഈ പ്രൈം ടാഗിന്റെ പ്രൈസിംഗ് ആണ്, ഡെലിവറി ഫ്രീ ആണ്. കാരണം നമുക്ക് ഒരു ലൊക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായി. അപ്പൊ അത്ര സ്പീഡിലെത്തില്ല. പക്ഷെ എന്നാൽ പോലും എങ്ങനെയുള്ള സെല്ലേഴ്സിനുള്ള, ചെറിയ സെല്ലേഴ്സിനുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്ക് അവര് ഫണ്ട് ചെയ്യാൻ തുടങ്ങി. ആമസോണിന്റെ കുറെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കൊലാറ്ററൽ ഫ്രീ ആയിട്ട് നമ്മുടെ ട്രാക്കർ ഒക്കെ അറിയാലോ, അത് വെച്ചിട്ട് ഒരു ഫണ്ട് ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ നമ്മളെ പ്യൂരിഫിറ്റ് പറഞ്ഞൊരു ബ്രാൻഡ് ആമസോൺ അവരെ ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് കണക്ട് ചെയ്തു. അന്ന് നമുക്ക് ഇങ്ങനെ പല ഇതുണ്ടായിരുന്നു. അപ്പൊ അവര് ഫണ്ട് ചെയ്തു. അത് ബാങ്ക് ആയിരുന്നു നിങ്ങളെ ഫണ്ട് ചെയ്ത സമയത്ത്? അല്ല, അന്ന് ഞങ്ങൾക്ക് ഫണ്ട് ചെയ്തത് ആമസോണിന്റെ തന്നെ ഉള്ള ഈ ഷോർട്ട് ലിസ്റ്റഡ് പാർട്ട്നേഴ്സ് ഉണ്ട് അവിടെ. കുറച്ച് പല ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യും. അവരുടെ ടേംസ്, അപ്പൊ നമ്മൾ എന്ത് കിട്ടിയാലും ടേംസ് നമ്മൾ എടുക്കുമല്ലോ അന്നേരം. പക്ഷെ നമുക്ക് കൊലാറ്ററൽ ഫ്രീ ആണ്. നമ്മളുടെ അവർക്ക് അറിയാം, നമ്മുടെ ട്രാക്ക് അറിയാം, GST പേയ്മെന്റ് അല്ല, എല്ലാം അറിയാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് പക്ഷേ ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. മീൻ ടൈം ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്തു, 2 സ്ഥലത്ത് ലോഞ്ച് ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്പേസ് മാത്രമേ ഉള്ളൂ. സ്പേസ് മാത്രം കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് പണി നമ്മൾ പഠിച്ചു. Ultimately ഞങ്ങൾക്ക് മനസ്സിലായി anything is an image for us. If you can sell spares, I can sell a shirt. What difference it is? ഒരു ഡിഫറൻസും ഇല്ല. ബാക്ക് എൻഡിൽ ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ. അപ്പം പക്ഷെ നമ്മൾ ഇങ്ങനെ വന്ന കാരണം ഇറ്റ്സ് ഇതുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രാൻഡ് സ്റ്റോർ തന്നെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. രജിസ്റ്റേർഡ് ഇതുള്ളതാണ് ബ്രാൻഡ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മില്ലേ എന്ന് പറയുന്ന ബ്രാൻഡ്, ആമസോൺ ബ്രാൻഡ് സ്റ്റോർ നമുക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വെബ്സൈറ്റ് ഒരെണ്ണം തുടങ്ങി. വെബ്സൈറ്റ് തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ വി ബേൺഡ് ഓഫ് ഫിംഗേഴ്സ്. നമുക്കൊന്നും ടെക്നിക്കലി ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒരാളുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു വി നീഡ് ടു ഡെവലപ്പ് ദ വെബ് ഫ്രം ദ സ്ക്രാച്ച്. പ്ലാറ്റ്ഫോംസ് ഒന്നും അല്ല. ഓ ആയിക്കോട്ടെ, ഇപ്പൊ അത് എല്ലാം അതാക്കി അതില്ല പറയണ്ട. അപ്പൊ അത് ലോഞ്ച് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ അതെ. അത് കഴിഞ്ഞു പിന്നെ നമ്മളും ഇപ്പോഴും ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ബട്ട്
ആ മീൻ ടൈല് ഞങ്ങൾക്ക് മില്ലിയ എന്ന് പറഞ്ഞൊരു ജർമ്മൻ ബ്രാൻഡുണ്ട്, ലക്ഷറി ബ്രാൻഡ്. അവരുടെ നമ്മുടെ പഴയ കോണ്ടാക്ട്സ് വെച്ചിട്ട് നമ്മൾ അവരുടെ ഒരു പാർട്ണറായി. സ്പെയർ പാർട്സിന്റെ അല്ല, അവർക്ക് കൺസ്യൂമേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് സ്പെയർ പാർട്സ് മാത്രമേ ഉള്ളൂ അന്നേരം, ആൻഡ് ആക്സസറീസ്. സ്പെയർ പാർട്സ് ആൻഡ് ആക്സസറീസ് മാത്രമേ ഉള്ളൂ. മില്ലേ വന്നപ്പോഴത്തേനും കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന സംഭവം വന്നു. അതായത് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന പൗഡർ. അപ്പം മില്ലയുടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ 1 lakh rupees ആണ്. ഓക്കെ, എല്ലാം പ്യൂർ. അറിയാം ഇവിടെ ആ ബ്രാൻഡ് ഓൾറെഡി എക്സിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രാൻഡ്. അപ്പൊ അതിന്റെ ആ ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ അപ്ലയൻസസ് ആണ് കൂടുതൽ, ഫ്രീ സ്റ്റാൻഡിങ് കുറവാണ്. ബിൽറ്റ് ഇൻ അപ്ലയൻസ്, അപ്പം ഹൈ എൻഡ് കസ്റ്റമേഴ്സാണ്, അൾട്രാ റിച്ച് കസ്റ്റമേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കസ്റ്റമേഴ്സൊക്കെ മില്ലയുടെ തന്നെ കൺസ്യൂമേഴ്സേ വാങ്ങത്തുള്ളൂ. 1 kilo പൗഡർ ഈസ് ക്ലോസ് അറൗണ്ട് 4,000 rupees. ഓക്കെ. അല്ലെങ്കിൽ ഒരു ഡീസ്കെയിലിംഗ് ടാബ്ലറ്റ്, പാരസറ്റാമോൾ പോലെ ഒരു ടാബ്ലറ്റ് അത് കാണും, അതിന് 2,500 രൂപയാണ്. ഡിഷ് വാഷറിന്റെ വാഷിംഗ് മെഷീൻ ഡീസ്കെയിൽ ചെയ്യാൻ ടാബ്ലറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഇതുണ്ടാവും അതിൽ. ഫ്രേഗ്രൻസ് ഉണ്ട്, വാഷ് ചെയ്യുമ്പോഴത്തേനും ഫ്രേഗ്രൻസ്, അതിന് 1,500 രൂപ കണ്ട ചെറിയൊരു ടാബ്ലറ്റ് പോലത്തെ. അപ്പൊ ആ കസ്റ്റമേഴ്സ് ദേ നീഡ് ദാറ്റ്. അപ്പൊ ഇതും ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ ഈ മില്ലേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവരുടെ ഇമ്പോർട്ടും ഈ റിക്വയർമെന്റ് തമ്മിൽ മാച്ച് ആവുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ദേ റാൻ ഔട്ട് ഓഫ് സ്റ്റോക്സ്. അപ്പൊ ഈ കസ്റ്റമേഴ്സ് ഇറിറ്റേറ്റഡ് ആവും, കാരണം ഇറ്റ്സ് അൾട്രാ റിച്ച് കസ്റ്റമേഴ്സ്. അവർക്ക് സാധനം കിട്ടണം അറ്റ് എനി കോസ്റ്റ്. അപ്പൊ ഇവിടെ കിട്ടാൻ വരുമ്പോൾ ചില കസ്റ്റമേഴ്സ് ഒക്കെ വെളിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വരുമായിരുന്നു. ഇത് വെളിയിലെല്ലാം ഉണ്ട്, അപ്പൊ അവിടെ മേടിച്ചോണ്ട് വരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് വി വിൽ ഡു കൺസ്യൂമേഴ്സ് ഫോർ യു. അപ്പൊ നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ ആമസോൺ ലിസ്റ്റിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേനും ക്രെഡിബിലിറ്റി ഉണ്ട്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇതാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഓക്കെ വി ആർ ഇൻട്രസ്റ്റഡ്. ഞങ്ങൾക്ക് ആദ്യം കൺസ്യൂമേഴ്സ് റേഞ്ച് തന്നു. അന്നേരവും വി വിൽ റാൻ ഔട്ട് ഓഫ് സ്റ്റോക്സ്. അവർക്കുള്ളപ്പോഴേ നമുക്ക് തരത്തുള്ളൂ. പക്ഷെ അന്നേരം കസ്റ്റമർക്ക് ചിലപ്പം കിട്ടാതെ വരും. അപ്പൊ ഞങ്ങൾ ഇന്ന് ആലോചിച്ചപ്പോൾ ദെൻ വാട്ട് വിൽ ഡു. അപ്പൊ കസ്റ്റമർ നമ്മളെ വിളിക്കാൻ തുടങ്ങി അന്നേരം. അപ്പം കൺസ്യൂമേഴ്സ് കാണുന്ന കഴിഞ്ഞാൽ പാർട്സ് വിളിക്കാൻ പറയും, അവരുടെ കോൾ സെന്ററിൽ വിളിക്കുമ്പോൾ സ്റ്റോക്ക് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വാട്ട് ടു ഡു ദിസ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വി ക്യാൻ റൺ എ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പം ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ബാക്കിയുള്ള നോർമൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. വിൽ കണക്ട് ദ അപ്ഫ്രണ്ട് പേയ്മെന്റ്. മനസ്സിലായി. പക്ഷെ എല്ലാ മാസവും കറക്റ്റ് ചെയ്യോ? ഞങ്ങൾ 3 shipments in a year. 3 shipments in a year. ഓക്കെ. പക്ഷെ അവരുടെ യൂസേജ് അനുസരിച്ച് ഞങ്ങൾ കുറെ കസ്റ്റമൈസ്ഡ് പ്ലാൻസ് ഞങ്ങൾ ഉണ്ടാക്കി. അവരുടെ സർവീസ് ടീമിന്റെ ഹെൽപ്പോട് കൂടി ഓരോ പ്ലാൻ ഉണ്ടാക്കി. ഹെവി യൂസർ, ലൈറ്റ് യൂസർ, മീഡിയം യൂസർ എന്ന് വെച്ചിട്ട് എന്നിട്ട് പ്ലഗ് ആൻഡ് പ്ലേ പോലെ നമുക്ക് ഓരോ ഇപ്പം ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരു കാർട്ടർ ഉണ്ടാക്കാൻ. മനസ്സിലായി. ഇറ്റ് ക്ലിക്ക്. കാരണം കസ്റ്റമർക്ക് അതൊരു റിക്വയർമെന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടിക്കറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 45,000 rupees, 50,000 rupees. അൾട്രാ റിച്ച് കസ്റ്റമർ ആയതുകൊണ്ട് ആർക്കും അഡ്വാൻസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അവർക്ക് കിട്ടണം, സാധനം കിട്ടിയാൽ തന്നെ. അവർ ഓൾറെഡി ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു പരിചയമുണ്ട്. അപ്പം മില്ലേ പറയുന്നുണ്ട് യു ക്യാൻ കോൺടാക്ട് പാർട്സ് വേൾഡ്, ട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വിത്ത് മില്ലേ അപ്രൂവൽ ഞങ്ങൾക്ക് ഇത് കൊടുക്കുന്നതിന് പ്രശ്നമില്ലായിരുന്നു. അവരും അവരുടെ സൈഡിൽ നിന്ന് പുഷ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ചെക്ക് ആയിട്ട് ഓൺലൈൻ തന്നെയാണ്? ഓൺലൈൻ റൈസർപൈ ഇന്റഗ്രേറ്റഡ് അന്നേരം നമുക്ക് ഉണ്ടായിരുന്നു. റൈസർപൈ ഇന്റഗ്രേറ്റഡ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ മേടിക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല, നമുക്ക് പേയ്മെന്റ് വരും. എന്നിട്ട് അവരുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ 12 ദിവസം 15 ദിവസങ്ങളിലാണ് കൊടുക്കുന്നത് അവരുടെ ബാച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിലേക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് പറ്റി. കറക്റ്റ്. ഇത്രയും കസ്റ്റമർക്ക് ഇന്ന ടൈമിൽ ഇന്ന പ്രൊഡക്ട്സ് ഇത് ഫുൾ ഇമ്പോർട്ടാണ്. അതെ. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റി. കസ്റ്റമർക്ക് അഷ്വർഡ് സപ്ലൈ കിട്ടി, നമുക്ക് ബിസിനസ്സും കിട്ടി. ട്രൂ. ഇറ്റ്സ് എ വിൻ വിൻ, എല്ലാവർക്കും വിൻ വിൻ ആയിരുന്നു. പക്ഷെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ ചെയ്യാന്നില്ല ആ തോട്ട് പ്രോസസ്. കാരണം അന്ന് സബ്സ്ക്രിപ്ഷൻ മോഡൽ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവ് അല്ല. പക്ഷെ അന്ന് നിങ്ങൾക്ക് ആ തോട്ട് പ്രോസസ് എങ്ങനെ വന്നു? കാരണം നമ്മൾ കസ്റ്റമറിൽ നിന്ന് ചീത്ത കേൾക്കാൻ തുടങ്ങി. ചീത്ത കേട്ടേ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കല്ലോ അല്ലേ? ഇറ്റ്സ് എ പെയിൻ പോയിന്റ്. ആ പെയിൻ പോയിന്റ് ഇത് ബ്രേക്ക് ചെയ്തേ പറ്റൂ. അതെ. അപ്പൊ ഇതെങ്ങനെ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ആ സൊല്യൂഷൻ. സാധാരണ സബ്സ്ക്രിപ്ഷൻ പോയിന്റ് പറഞ്ഞാൽ കസ്റ്റമർ ആണല്ലോ ചൂസ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് നമ്മൾ ഓപ്ഷൻ കൊടുത്തില്ല. ഇതാണ് പ്ലാൻ, ഇതെടുത്താൽ നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒരു 1 സൈഡ് ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തു. കസ്റ്റമർ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അപ്പം നമുക്ക് പേയ്മെന്റ് ഇൻ അഡ്വാൻസ്, മില്ലേക്ക് ഫോർകാസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടി, കസ്റ്റമർ മെറ്റീരിയലും കിട്ടി. അങ്ങനെ ഒരു പേയ്മെന്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും മില്ലേ പറഞ്ഞു ഓക്കെ, MIELE. ഓക്കെ. ഇറ്റാലിയൻ ബ്രാൻഡാ? ജർമ്മൻ ബ്രാൻഡ്. വൺ ഓഫ് ദ ടോപ്പ്. അതിന്റെ ഒരു ഇത് പറഞ്ഞാൽ ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സിന്റെ വീട്ടിലെ എല്ലാ അപ്ലയൻസസും മിലെയായിരുന്നു. അപ്പൊ പിന്നെ മനസ്സിലായി. അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞു ദേ വോണ്ട് ടു ഡു വിത്ത്. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു വൈ കാൻ ഡു ഗിവ് us അപ്ലയൻസസ് ഓൾസോ.
പക്ഷെ അവർ ഡയറക്ട്ലി അല്ല, അവർ ഇമ്പോർട്ട് അവർക്ക് കേരളത്തിൽ ഒരു ഡീലറേ ഉള്ളൂ. ആ. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും ഈ കിച്ചൺ ഡീലേഴ്സ് ഉണ്ടല്ലോ, പ്രീമിയം കിച്ചൺ ഡീലേഴ്സ്, പിന്നെ അങ്ങനെയുള്ള ഡീലേഴ്സേ ഉള്ളൂ അവർക്ക്. ഇതൊരു കസ്റ്റം സാധനമാണല്ലോ അല്ലേ? ഇതെല്ലാം കസ്റ്റം ഹൈ എൻഡ് ആണ്. അപ്പം സാധാരണ കൗണ്ടേഴ്സിൽ വെച്ചാൽ പോകത്തില്ല. അപ്പോൾ ഒരു ആർക്കിടെക്ട് ഒക്കെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്തെടുക്കേണ്ട സാധനങ്ങളൊക്കെ. മനസ്സിലായി. ഞങ്ങൾ ചോദിച്ചു വൈ കാൻറ്റ് യു ഗിവ് us appliances also? അപ്പോൾ അവർ കൊള്ളാലോ. അപ്പം നമ്മുടെ ഉദ്ദേശം ടിക്കറ്റ് സൈസ് കൂട്ടുക എന്നുള്ളതാണ്. മനസ്സിലായി. ഓൺലൈൻ അറിയാലോ. കറക്റ്റ്. അപ്പോൾ ഓൺലൈൻ അപ്പം നമ്മുടെ മിലേ വന്നപ്പോൾ നമ്മുടെ ടിക്കറ്റ് സൈസ് കുറച്ച് കൂടി. അതെ, ആവറേജ് ടിക്കറ്റ് സൈസ് കൂടി. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കുറവാണല്ലോ. അതെ. പക്ഷെ നമ്മളുടെ ആവറേജ് പോകുന്നത് മറ്റേ പാർട്സ് വേൾഡിന്റെ സാധനത്തിലാണ് പോകുന്നത്. അതെ. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പം അവർ പറഞ്ഞു യു സ്റ്റാർട്ട് വിത്ത് വാക്യൂം ക്ലീനേഴ്സ്. ഇപ്പം ഒത്തിരി വാക്യൂം ക്ലീനേഴ്സ് കോഡ്ലെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവർക്ക് ഇപ്പോഴും ഇവരിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന കോഡുള്ള വാക്യൂം ക്ലീനേഴ്സ് തന്നെയാണ്. ആൻഡ് ഏറ്റവും കുറഞ്ഞ വാക്യൂം ക്ലീനറിന് 24,000 rupees ആണ്. 27,000 rupees. ഇറ്റ് ഗോ 4 മോഡൽസ് ഉണ്ട്. ഇറ്റ് ഗോസ് അപ് ടു 60,000 rupees. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പം നമ്മൾ അതുവരെ മിലയുടെ അക്കൗണ്ട് നമ്മൾ പാർട്സ് വേൾഡിന്റെ അക്കൗണ്ടിൽ തന്നെയാണ് ആമസോണിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ലെറ്റ്സ് ഹാവ് എ ഡിഫറെന്റ് അക്കൗണ്ട്, മില ഇന്ത്യ ഓതറൈസ്ഡ് ഡീലർ എന്നുള്ള ഞങ്ങൾ തന്നെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിന്റെ ബ്രാൻഡ് പേജ് ഒക്കെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വന്നു. നമ്മളിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം എന്ന് വെച്ചാൽ നമുക്ക് അക്രോസ് ഇന്ത്യ ഒരു കസ്റ്റമർ ബേസ് ആയി. അല്ലെങ്കിൽ മിലയുടെ ആ പ്രോഡക്ട്സിന് ലിമിറ്റഡ് പ്രസൻസേ വരത്തുള്ളൂ. അതെ. ഇത് വാക്യൂം ക്ലീനർ ആയതുകൊണ്ട് അതിന് വലിയ കംപ്ലൈൻസ് വരത്തില്ല. ഓൺലി തിങ് ഇസ് വാക്യൂം ക്ലീനർ വിറ്റാലും ഞങ്ങൾക്ക് വാക്യൂം ബാഗ്സ് പിന്നെ കൺസ്യൂമറായി അത് റിക്കറിങ് കിട്ടും. അതെ. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ പാർട്സ് വേൾഡിലാണ് മിലയിൽ തന്നെ രണ്ട് സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. കൺസ്യൂമേഴ്സ് രണ്ട് സ്ഥലത്തും ഇട്ടിട്ടുണ്ട്. ഈ ഫിനിഷ് പ്രോഡക്ട്സ് നമ്മൾ ആമസോണിൽ ഈ അക്കൗണ്ടിൽ ഇട്ടു. അപ്പം നമുക്ക് മനസ്സിലായി ആമസോൺ ഇസ് എ സൂപ്പർ ഡിസ്ട്രിബ്യൂട്ടർ ഫോർ എനി വൺ. ഏത് ചെറിയ ബ്രാൻഡിന്റെയും ഡേ 1 തൊട്ടുള്ള സൂപ്പർ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ആമസോൺ. പ്ലേസസ് ലൈക്ക് ഗോവത്തി, വെരി ഗുഡ് മാർക്കറ്റ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് ചില മാർക്കറ്റുകളും ഞെട്ടിപ്പോകും നമ്മുടെ ഡേറ്റാബേസ് കാണുമ്പോൾ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അന്നേരം നമുക്ക് കൺസ്യൂമേഴ്സ് എല്ലാം ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി വൈ കാൻ വി ലോഞ്ച് എ ബ്രാൻഡ്, സ്വന്തം ബ്രാൻഡ് എന്നുള്ളൊരു തോട്ട് വന്നു. നമുക്ക് ഈ പറഞ്ഞ OEM മാനുഫാക്ചേഴ്സ് നമുക്ക് അറിയാം. അപ്പം നമ്മൾ ടാറ്റയ്ക്കും മേജർ ബ്രാൻഡ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഇതേ സ്ട്രാറ്റജി ഞങ്ങളെ സഹായിക്കണം, ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി തരണം, അഡ്വാൻസ് പൈസ തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അത് സംഭവം ക്ലിക്ഡ്. കാരണം നിങ്ങൾക്ക് ആ ഭാഷ അറിയാം, നമുക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു വിൽ നോട്ട് ബി എ കോമ്പറ്റീഷൻ. അവർക്ക് അവരുടേതായ സപ്ലൈസ് ഉണ്ട്. അപ്പം നമ്മളൊന്നും വേണ്ട, നമുക്ക് ബ്രാൻഡിങ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ കാലിഡാഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. അപ്പോൾ അത് രജിസ്റ്റർഡ് ട്രേഡ് മാർക്ക് എടുത്ത് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. വി ഹാവ് ഡിഷ് വാഷർ ടാബ്ലറ്റ്സ്, ഡിഷ് വാഷർ പൗഡേഴ്സ്, ഡീസ്കില്ലിംഗ് പൗഡർ, ഇതേ സെഗ്മെന്റിലുള്ള പ്രോഡക്ട്സ് തന്നെയാണ്. മനസ്സിലായി. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേനും എത്ര വലിയ റെഫ്രിജറേറ്റർ വാങ്ങിയാലും, ലക്ഷക്കണക്കിനോട് റെഫ്രിജറേറ്റർ വാങ്ങിയാലും നോർമൽ കേസിൽ കസ്റ്റമർ അത് ക്ലീൻ ചെയ്യുന്നത് ചൂടുവെള്ളവും സോപ്പും കൊണ്ടാണ്. നോ പ്രോഡക്റ്റ്. വി ലോഞ്ച് റെഫ്രിജറേറ്റർ ക്ലീനർ. റെഫ്രിജറേറ്റർ ക്ലീനർ ട്രിക്കി പ്രോഡക്റ്റാണ്. കാരണം അതിന് സ്മെൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അത് ഫുഡ് ഗ്രേഡ് ആയിരിക്കണം. അതിന്റെ ജേംസിനെ കില്ല് ചെയ്യണം. അങ്ങനെയൊക്കെ ഡിസ്കളറേഷൻ വരാൻ പാടില്ല. അപ്പം നമ്മുടെ വെണ്ടർ അത് റെഡിയായി. അപ്പം ഞങ്ങൾ അത് ഹോബ് ആൻഡ് ചിമ്മിനി ക്ലീനർ, അങ്ങനെ ഞങ്ങൾക്ക് ഒരു 7 പ്രോഡക്ട്സ് ഇപ്പോൾ ഉണ്ട് അതിനകത്ത്. എല്ലാം കാലിഡാഡ് ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീമിയം പ്ലേസ്മെന്റ് ആണോ? ഇല്ല, അത് നമ്മൾ പ്രീമിയം പ്ലേസ്മെന്റ് അല്ല. കാരണം ഈ നമ്മൾ മിലെ വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഇത് ബാക്കിയുള്ള ബ്രാൻഡ്സിന്റെ പ്രൈസിന്റെ കോമ്പറ്റീവ്. ബട്ട് എല്ലാത്തിനും നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ടാണ്. അപ്പൊ എന്നാലും ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് അത് മാർജിൻസ് ഒക്കെ ഒന്നുകൂടി കൂടി ഇച്ചിരി ബെറ്റർ ആയി. പക്ഷെ സ്പെയറിന് അത്ര മാർജിൻ ഇല്ല ഇതിന്റെ അകത്ത്. സ്പെയർസ് ആണ് മാർജിൻ കൂടുതൽ. സ്പെയർസ് ആണ് മാർജിൻ കൂടുതൽ. ഞങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ടാവുള്ളൂ. അതെ, എന്നാലും സൈസ് ഇസ് ബിഗ്, മാർക്കറ്റ് ഇസ് ബിഗ്. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് ഓൺലൈനിലേക്ക് ട്രാക്ഷൻ വന്ന സമയത്താണ് ഞങ്ങളവിടെ പ്ലേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരത്തെ B2B ആയിരിക്കുമ്പോൾ നമ്മൾ മാർജിൻ വിൽ ബി 15 to 20%. ഇപ്പം നമ്മൾ എൻ കസ്റ്റമർക്കാണ് വിൽക്കുന്നത്. കറക്റ്റ്. മാർജിൻസ് മച്ച് ഹയർ. അപ്പോൾ ആ മാർജിൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബട്ട് അത് കസ്റ്റമർ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും ഓഫ്ലൈനിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റിൽ കസ്റ്റമർ ഈസ് ഓൾസോ ബെനിഫിറ്റിംഗ്. കറക്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വിൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്ലയൻസസിന്റെ ഈ ക്ലീനിങ് സൊല്യൂഷൻസ് നമ്മളൊരു ബാസ്ക്കറ്റ് ഓഫ് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തു. പക്ഷേ അഗൈൻ യു ആർ ഫോക്കസ്ഡ് ഓൺ ആമസോൺ മാർക്കറ്റ്. മാർക്കറ്റാണ് നമ്മൾ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഒരു വി വോണ്ട് ടു ഓഫ്ലൈനിലേക്ക് വരണം. അത് നമ്മുടെ പ്ലാനിലുള്ളതാണ്. 2026 എൻഡോട് കൂടി ഞങ്ങൾ വിൽ മേക്ക് ഇറ്റ് ഓഫ്ലൈൻ. അതിനൊരു മാർക്കറ്റ് ഉണ്ട് ആക്ച്വലി. ആ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആദ്യം ഇല്ല. സോ വിൽ ബി ബ്രിങ്ങിങ് ഇറ്റ് ഡൗൺ.
ഓക്കെ. അതുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ പണ്ട് ഞങ്ങൾ ഉപേക്ഷിച്ച B2B ബിസിനസ് ഫ്രാഞ്ചൈസി. സ്പെയർസിന്റെ ആ. അത് ഞങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യണം. ആ ഒരു എക്കോസിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് എങ്ങനെ ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ അതായത് ഉദ്ദേശിക്കുന്നത്? ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ, ആ. അപ്പം ടെക്നീഷ്യൻസിന്റെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് ആ. ദേ ക്യാൻ ഓർഡർ ഉം. സെൻട്രലൈസ്ഡ് ഡെസ്പാച്ചസ്. ഓ. ആമസോൺ അല്ല, ആ. നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോമിൽ. ഓ ഓക്കെ. ഓക്കെ. അപ്പോൾ കാരണം അതിന്റെ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണം. ആമസോൺ അത് നമുക്ക് പറ്റത്തില്ല. ആമസോൺ B2B അല്ല ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഒരു ഓൺലൈൻ B2B. കാരണം നമുക്കറിയാം ദർ ഇസ് എ പൊട്ടൻഷ്യൽ ദാറ്റ് വിൽ ഗിവ് യു ദ വോളിയൂംസ്, ബിഗ് വോളിയൂംസ്, ഷോർട്ട് ടൈമിൽ ബിഗ് വോളിയൂംസ് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് അത് ബ്രിക്ക് ആൻഡ് മോട്ടർ സ്റ്റോറിൽ അല്ലാതെ ഡിജിറ്റലി ഞങ്ങൾ അത് ഒരു 2026 എൻഡോടുകൂടി നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പാർട്സ് വേൾഡ് ഏതിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത്? പാർട്സ് വേൾഡ് തന്നെ. അതായത് നിങ്ങൾ ബേസിക്കലി ഓഫ്ലൈനിൽ തുടങ്ങി, ഫുള്ളി 100% ഓഫ്ലൈൻ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ 100% ഓൺലൈൻ. നേരെ തിരിച്ചു. നിങ്ങൾക്ക് ഓഫ്ലൈനിലേക്ക് പോകണമെന്നുണ്ട്. ഞങ്ങളുടെ ഓഫ്ലൈനിലെ കാലിഡാഡ് മാത്രം. കാലിഡാഡ് പോകണം, നിങ്ങളുടെ സ്വന്തം brand. ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ അല്ലെങ്കിൽ ആ. അങ്ങനെ. മനസ്സിലായി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആമസോണിലാണ് വിൽക്കുന്നത്, നിങ്ങൾക്ക് പാർട്സ് വേൾഡിന് ഒരു പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് പാർട്സ് വേൾഡിൽ എത്ര, ആമസോണിൽ എത്ര? കാരണം പാർട്സ് വേൾഡ് ആണ് പാർട്സ് വേൾഡിൽ ഞങ്ങളുടെ നമുക്ക് കൗണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു 5 to 10% വരുന്നുള്ളൂ. 5% കൂട്ടിയാണ്, 10% ഇല്ല. ഓക്കെ. പക്ഷെ ടിക്കറ്റ് സൈസ് അവിടെ കൂടുതലാണ്. കാരണം അത് മനസ്സിലാക്കി വരുന്നവരാണ്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട് അവിടെ. ആമസോണിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇട്ടില്ല, മറ്റേ അത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന ടിക്കറ്റ് സൈസ് കൂടുതലായിരിക്കും. മീലേക്ക് വേണ്ടിയുള്ള. ഓക്കെ. അത് നിങ്ങളെ സ്വന്തം ഞങ്ങളുടെ വെബ്സൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അന്നേരം അവിടെ ഞങ്ങൾക്ക് വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ. പക്ഷെ കൗണ്ട് കുറവായിരിക്കും. അപ്പൊ ഇപ്പോഴും ഓർഡർ ചെയ്യുന്നത് വീട്ടമ്മമാർ തന്നെയാണ്, ഡീലേഴ്സ് നിങ്ങളെ കണ്ടുപിടിച്ച് തുടങ്ങി? ഡീലേഴ്സ് തുടങ്ങിയിട്ടില്ല. നമ്മൾ അതങ്ങോട്ട് അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇതുവരെ നമ്മളൊരു പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ആമസോണിലല്ലാതെ വേറെ ചെയ്തിട്ടില്ല. ആമസോണിൽ നിങ്ങൾ ജനറൽ കീവേഡ്സ് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നെഗറ്റീവ് കീവേഡ്സ് കളഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഡിസ്പ്ലേ ആഡും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. ഇപ്പൊ ശരിക്കും നിങ്ങൾ ഡയറക്ട്ലി B2C കസ്റ്റമറെയാണ് ഡീൽ ചെയ്യുന്നത്. അതെ. ഈ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഇപ്പൊ നിങ്ങൾ എടുത്തുണ്ടോ? ഇല്ലല്ലോ. ഈ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ കാലിഡാഡ് സാധനം നമ്മൾ തന്നെയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. അത് ആമസോൺ പിക്കപ്പ് ഇല്ല, സെൽഫ് ഷിപ്പാണ്. അപ്പം ഞങ്ങളെല്ലാം സെൽഫ് ഷിപ്പാണ്. എല്ലാം സെൽഫ് ഷിപ്പാണ്. അപ്പം നമുക്കത് ഒരു വാഷ് ചെയ്യുന്നത് പഠിച്ചെടുക്കണമെന്ന്. കാരണം അല്ല, FBA വെച്ചാൽ എൻ്റെ ഒരു കുഴപ്പമില്ലെന്നറിയോ, ഒന്ന് കമ്പോണൻസ് എല്ലാം ചെറുതൊക്കെ ആയിരിക്കും. അപ്പം അത് ഡാമേജ് വരുന്നതിൻ്റെ അല്ല, നോർമലി ഡിഫിക്കൽട്ടാണ് അതൊക്കെ. പിന്നെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും FBAക്ക് നമുക്ക് അപ്പോയിൻമെന്റ്സ് കിട്ടാൻ അത്ര എളുപ്പമല്ല. അപ്പൊ എനിക്കൊരു ഷിപ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യണം. അപ്പൊ അതിനൊക്കെ 15 ദിവസം മുമ്പ് അത് അത്ര ചിലപ്പോൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കീപ് ഇറ്റ്. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ വി ആർ ഡൂയിങ് സ്മോൾ ടൈം കൺസൾട്ടൻസി ഫോർ അതേഴ്സ് ഓൾസോ. കാരണം ബാക്ക് എൻഡ് ഞങ്ങൾക്ക് അറിയാം ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ. അതർ സ്പെയർ പാർട്സ് കമ്പനീസ് ആണോ? നമ്മുടെ ഇതല്ല, വേറെ ബ്രാൻഡ്സ്. കാരണം അൾട്ടിമേറ്റ്ലി ഓൺലൈൻ ബിസിനസ് ഒരു ഫോട്ടോ വെച്ചുള്ള ഇമേജ് ബിസിനസ് ആണ്. എനിക്ക് വേണമെങ്കിൽ ആളെ ഷാമ്പൂ വിൽക്കാം. കറക്റ്റ്. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ തിങ്, ഡൈനാമിക്സ് ആർ സെയിം. അപ്പോൾ നമ്മൾ ചില അങ്ങനെ ഹാൻഡ് ഹോൾഡിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. വാട്ട് കൈൻഡ് ഓഫ് ബ്രാൻഡ്സ് ആർ യു ഡൂയിങ് നൗ? ഞങ്ങളിപ്പം ന്യൂട്രാക്കായി ഇതെന്തല്ലോ കൊലാജൻ അങ്ങനത്തെ ഒരു ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ആമസോൺ ലിസ്റ്റിംഗ്, അതിന്റെ ഫൈൻ ട്യൂണിങ്, ബ്രാൻഡ് സ്റ്റോക്ക് ക്രിയേഷൻ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ അത് നമുക്കൊരു ചെറിയ റവന്യൂ എൻ്റെ കിട്ടും. ഓക്കെ. പക്ഷെ എന്നാലും കാലിഡാഡ് ആണ് നിങ്ങളെ മെയിൻ സാധനങ്ങളും ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡ്. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറിയിൽ പാർട്സ് വേൾഡ് ഇപ്പം എന്ത് പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തത്? നിങ്ങൾ കസ്റ്റമാണോ? ഇപ്പോഴും കസ്റ്റമർ ഓടുന്നത് കസ്റ്റമാണ്. അപ്പൊ നിങ്ങൾക്കൊരു IT പാർട്ട്ണർ ഉണ്ട്? ഒരു IT പാർട്ട്ണർ ഉണ്ട്, അത് അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ. ബട്ട് സംഭവം വി ആർ മാനേജിങ് ഇറ്റ്. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് അന്നേരമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്കാനറിൽ പെടുന്നത്. ഐ വാസ് ലുക്കിംഗ് ഫോർ സംതിങ്. അപ്പൊ അങ്ങനെയാണ് ഷോപ്പിഫൈഡ് ഇതിന്റെ കാണുന്നത്. പക്ഷെ നമ്മളത് ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി അതല്ല. അപ്പൊ നമുക്ക് ഇക്കൊല്ലം പ്രയോറിറ്റി എന്താ? ഇക്കൊല്ലം ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കാലിഡാഡ് ഓഫ്ലൈൻ ആക്കുക. പിന്നെ വി ആർ ഇൻക്രീസിങ് ദ കാറ്റഗറി. ഇപ്പൊ ഞങ്ങൾക്ക് ഗാർഡൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഭയങ്കരമായിട്ട് ഞങ്ങൾ ഫോക്കസ്. ഗാർഡൻ ടൂൾസ്, ഗാർഡൻ ആമസോൺ അല്ലെങ്കിൽ ഓൺലൈൻ, ഇറ്റ്സ് എ ബിഗ് പ്ലാറ്റ്ഫോം, ഒരു കാറ്റഗറിയാണ് ഇപ്പോൾ. അപ്പൊ അതിലേക്ക് ഞങ്ങൾ ഓരോ കാറ്റഗറിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നേരത്തെ കുക്കിംഗ് കാറ്റഗറി ഇല്ലായിരുന്നു. കുക്കിംഗ് അപ്ലയൻസസ് കാറ്റഗറി നമ്മൾ ആഡ് ചെയ്തു. RO വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, അതിന്റെ കാറ്റഗറി നമുക്ക് ഇല്ലായിരുന്നു, നമ്മൾ ആഡ് ചെയ്തു. മറ്റേ ഞങ്ങൾക്ക് കൂടുതലും മെയിൻലി ഫോക്കസ് വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, ഡിഷ് വാഷർ,
AC അങ്ങനത്തെ ഒരു കാറ്റഗറിക്ക് ആയിരുന്നു മെയിൻ സാധനങ്ങൾ. അതെ. പക്ഷെ ഇത് നമ്മൾ സ്മോൾ അപ്ലയൻസസ് ആഡ് ചെയ്തു. ദെൻ നമ്മളൊരു ഒരു ഒരു 2 year മിഷൻ എന്ന് പറയുന്നത് വിൽ ബി ബ്രിങ്ങിങ് ഫ്യൂ ബ്രാൻഡ്സ് ഫ്രം ഔട്ട്സൈഡ്, എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സ്. കറക്റ്റ്. ഇപ്പം ത്രൂ ആമസോൺ. അതായത് ഇന്ത്യ എൻട്രി ആമസോൺ വഴി പല ബ്രാൻഡുകളും നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റൈറ്റ് പാർട്ട്ണർ അവിടെ കിട്ടണം. അപ്പൊ അത് അതിനുവേണ്ടി നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവർക്ക് അപ്പോൾ ഇന്റർനാഷണലി അവർ ഓൾറെഡി ആമസോണിൽ വിൽക്കുന്നുണ്ടാവുമല്ലോ, ദെൻ വൈ ഡു ദേ ആക്ച്വലി റിക്വയർ എ പാർട്ട്ണർ? അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. അതായത് 100% ഫോറിൻ ഇക്വിറ്റി കമ്പനീസ് cannot sell online. It's a legal hurdle. Legal hurdle. അപ്പം they need a partner. അതുകൊണ്ടാണ് മില ഞങ്ങളുടെ കയ്യിലുള്ളത്. റൈറ്റ്. ഓക്കെ, അതാണ്. അപ്പൊ അവർക്ക് ഇവിടെ മാനുഫാക്ചറിംഗ്, അവർക്ക് ഇവിടെ ഒരാളെ എടുത്താൽ മതി. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ they can operate through a distributor. അല്ലെങ്കിൽ അവർക്ക് അവരെ കമ്പനീന്റെ പേരിൽ ഒരാൾ അവിടെ എടുക്കാലോ. കമ്പനിയുടെ പേര് എടുത്തിട്ട് പറ്റത്തില്ല. അവർ ആ ഇപ്പൊ പറ്റില്ല, അതാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അല്ലെങ്കിൽ അവർ ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് തുടങ്ങുമ്പോൾ they can sell ഓൺലൈൻ. അപ്പൊ അങ്ങനെ ഒരു ഈ ഇനീഷ്യൽ വോളിയൂംസ് വരുന്നോളം വരെയും, അല്ലെങ്കിൽ ചില കമ്പനിക്കാർ പറയും വി വാണ്ട് ടു ബി ഓൺലി ഓൺലൈൻ. ചില ബ്രാൻഡുകളുണ്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ത്രൂ ആമസോൺ ആണ്. എക്സാമ്പിൾ ഡ്രീമി എന്ന് പറയുന്ന ഒരു വാക്യൂം ക്ലീനർ ഉണ്ട്. ദേ സ്റ്റാർട്ടഡ് വിത്ത് ഓൺലൈൻ. നൗ ഇപ്പം കൗണ്ടേഴ്സിൽ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. ഡൈസൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് വാക്യൂം ക്ലീനർ, ഭയങ്കര പോപ്പുലർ ബ്രാൻഡാണ്. അത് ദേ സ്റ്റാർട്ടഡ് വിത്ത് ആമസോൺ. അത് ടെസ്റ്റ് ചെയ്തു, അവർ വെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ദേ ഹൗ ദേ സ്റ്റാർട്ടഡ് പ്ലേസിംഗ് ഇറ്റ്. അപ്പോൾ ചിലപ്പോൾ ആമസോൺ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ബ്രാൻഡ്സിനെ സജസ്റ്റ് ചെയ്യാനും സാധ്യത. കാരണം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ദേ ഓൾറെഡി നോ ദീസ് ബ്രാൻഡ്സ് വാണ്ട്സ് ടു കംസ് ടു ഇന്ത്യ ആൻഡ് ദേ വിൽ കണക്ട് യു ടു ദ റൈറ്റ് പാർട്ട്ണർ ബിക്കോസ് ദേ നോ ദാറ്റ് യു ഗൈസ് ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആമസോൺ ഞങ്ങളോട് ഷെയർ ചെയ്തത്, വാക്യൂം ക്ലീനർ മാർക്കറ്റ് ഈസ് ക്ലോസ് ടു 200 crore ആമസോൺ മാർക്കറ്റ് ആസ് എ പ്രോഡക്റ്റ് കാറ്റഗറി. ഓക്കെ, അതിൻ്റെ അകത്ത് 60% എബോവ് ഈസ് റോബോവാക്സ്. മനസ്സിലായി, അറിയാലോ, റോബോവാക് ആണ്. ഇതാണ് ആമസോൺ സ്റ്റോറി. ഓക്കെ, ഇപ്പൊ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ട്രേഡ് ആണല്ലോ, ഡ്യൂറബിൾ കൺസ്യൂമർ. നമ്മൾ അതേ ഡാറ്റ ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1% പോലും ഇല്ല റോബോവാക് സെയിൽ. എവിടെ? കൗണ്ടേഴ്സിൽ. എമംഗ് ദ ടോട്ടൽ വാക്യൂം ക്ലീനർ സെയിൽ, ഒരു ഡീലറിന്റെ ടോട്ടൽ വാക്യൂം ക്ലീനർ സെയിലിന്റെ 1% പോലും ഇല്ല റോബോ വാക്യൂംസിന്റെ സെയിൽ. അല്ലെങ്കിൽ അങ്ങനെയാണ് ഡാറ്റ സൈസ്. ഇറ്റ് സേസ് സോ. ഓക്കെ, വിച്ച് മീൻസ് അഫോർഡബിൾ അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ന്യൂജൻ പീപ്പിൾ ഷോപ്പ് ഓൺലൈൻ എന്നാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ അത് ഇപ്പം ട്രാക്ക് ചെയ്തതുകൊണ്ട് യു സീ ദാറ്റ് ആസ് ദ റൈറ്റ് ചാനൽ ടു എക്സ്പാൻഡ്. യെസ്, അത് മാത്രമല്ല ഷാൻ, യു ക്യാൻ ലോഞ്ച് ഓർ യു ക്യാൻ സ്റ്റാർട്ട് ബിസിനസ് സേ വിത്ത് 10,000 rupees. വളരെ മിനിസ്ക്യൂളായിട്ട് തുടങ്ങാം. വെറുതെ കുറെ കാശ് പൊട്ടിച്ച് മാർക്കറ്റ് ഇതാക്കേണ്ട ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെസ്റ്റ് ചെയ്യും, വർക്ക് ചെയ്യോ ഇല്ലെന്ന് 2 ഫോട്ടോ എടുക്കുന്നു. യു ടേക്ക് എ പ്രൊഫഷണൽ ഫോട്ടോ, ദാറ്റ്സ് എ കോസ്റ്റ്. യു ബൈ 1 piece. ഇപ്പം ഞങ്ങൾ പല പ്രോഡക്ട്സ് ആഡ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് ഈ ഓഫ്ലൈനിൽ ഞങ്ങൾക്ക് 1800 SKUs ഉണ്ട്. നൗ ഇറ്റ് ഈസ് ബീങ് റെഡ്യൂസ് ടു 800+. ലെസ് ദാൻ 1000 ആണ് ഇപ്പം. കറക്റ്റ്. നമ്മൾ കുറേ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമ്മളിങ്ങനെ ഒരെണ്ണം സെല്ല് ചെയ്യോ ഇല്ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, നമ്മൾ ഒരു പീസ് എടുക്കും. അത് ചിലപ്പം നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കത്തില്ല. വി ബൈ അറ്റ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ ഫോട്ടോ എടുക്കും, ഫോട്ടോ ഇടും. അപ്പം നമ്മൾ എന്നിട്ട് നോക്കും ഇതിനകത്തുള്ള. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കോസ്റ്റിനേക്കാൾ കുറച്ചായിരിക്കും ഇടുന്നത്. ഡോണ്ട് മൈൻഡ്, ഒരു പീസല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പീസ്, അല്ലെങ്കിൽ മാക്സിമം 5 പീസ്. ലെറ്റ് ഇറ്റ് ഗോ. അപ്പോൾ നമ്മൾ നോക്കും ട്രാക്ഷൻ ഉണ്ടോ നോക്കും. ട്രാക്ഷൻ ഉണ്ടെങ്കിൽ വിൽ ഗോ ടു ദ സെല്ലർ. യെസ്, മീൻ ഇൻ ദിസ് പ്രോഡക്റ്റ്, മോർ പ്രൊഡക്ട്സ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഷോർട്ട് പ്രൊഡക്ട്സ് മാത്രമേ ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ ഉള്ളൂ. നമ്മളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ യു നീഡ് ടു സ്റ്റോക്ക് എത്ര ക്വാണ്ടിറ്റി
വിത്തൗട്ട് നോയിങ് എനിത്തിങ്. അതെ ഇത് പോവില്ല, നമ്മുടെ കൈ അങ്ങനെ പൊള്ളിയതാണല്ലോ. അതെ കറക്റ്റ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നമ്മുടെ എൻട്രി ബാരർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ടായിട്ട് നോക്കും. അപ്പം നമ്മളിപ്പം 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, നമുക്ക് തോന്നുകയാണ് നമുക്ക് 80 റുപ്പീസിന് കൊടുക്കാം. 100 രൂപയ്ക്ക് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വിത്തൗട്ട് ഡിസ്കൗണ്ട് ബാർഗെയിനിങ് ഒന്നുമില്ല നേരെ വാങ്ങിച്ചു. റീറ്റെയിൽ പ്രൈസിന് നമുക്കൊരു ഗട്ട് ഫീൽ ഉണ്ടല്ലോ, ആ. ലെറ്റ്സ് സീ 80 റുപ്പീസ്. ചിലപ്പോൾ അത് മൂവ് ചെയ്യും. ദെൻ വി ഗോ ടു സെല്ലർ, വി വാണ്ട് എക്സ് ക്വാണ്ടിറ്റി. അപ്പോൾ അവനെ ഇങ്ങോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ day 1 തൊട്ട് സെയിലാണ്. അപ്പൊ നല്ലൊരു ഹാക്കാ. അതെ, അപ്പം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഷോർട്ട് പ്രോഡക്ട്സാണ്. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഇത് സംഭവിക്കുന്നു. ഫ്ലിപ്കാർട്ടിൽ സെയിം സ്റ്റോറി. പക്ഷേ ഒരു എക്സ്പീരിയൻസ് വൈസ് ആമസോൺ ഇസ് ഫാർ ബെറ്റർ. ഫ്ലിപ്കാർട്ടിന് കൂടുതലും ഈ പറഞ്ഞ ഡെലിവറീസ് ചില സമയത്ത് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഇൻവോയിനിൽ നമുക്ക് പെർസെൻറ്റേജ്. പിന്നെ ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മൈ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഇൻ ആമസോൺ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 25 to 30%. ആമസോണിന് കൊടുക്കണ കമ്മീഷനും കാര്യങ്ങളൊക്കെ മൊത്തം, അതായത് റിട്ടേൺ ചാർജസ് ആ. എല്ലാം ഓൾ പുട്ട് ടുഗദർ. ഓക്കെ. അപ്പൊ അതാണ് നോർമലി ഓഫ്ലൈനിലാണെങ്കിൽ മച്ച് ഹയർ. ഓഫ്ലൈനിലല്ല, ആമസോൺ അത്ര ചീപ്പ് അല്ലെന്ന് ഞാൻ പറഞ്ഞ. ചിലർ വിചാരിക്കും ആമസോൺ ഇസ് ചില സെല്ലേഴ്സ് പുതിയതായിട്ട് വരും. കറക്റ്റ്. വന്നിട്ട് പ്രോഡക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ന്യൂ സെല്ലറാണ്. ഈ ന്യൂ സെല്ലർക്ക് പേയ്മെന്റ് കിട്ടാൻ 45 days 30 days 45 days എടുക്കും. ഓക്കെ, at the end of the 35 days or 45 days ഈ പുള്ളിക്കറിയാം ഇത് ഇസ് നോട്ട് ഗോയിങ് ടു വയബിൾ അറ്റ് ദിസ് പ്രൈസ്. ട്രൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആവശ്യത്തിന് പ്രൈസ് ചെയ്യും. കാരണം ഇതിന്റെ അകത്ത് 30% ഒരു Correct. കുഷൻ വേണം ഇവർക്ക് തന്നെ. അതെ, കാരണം റിട്ടേൺസ് വരും, അത് നമ്മളെ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയൽ ടി ക്ലെയിംസ് ഒക്കെ ചിലപ്പം നമ്മൾ ചില കോവിഡ് സമയത്തൊക്കെ കസ്റ്റമേഴ്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. ആൾക്കാരിൽ പൈസ ഇല്ലാണ്ടായിരിക്കാം, നമ്മുടെ ഒരു സ്പെയർ വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ട് പഴയ സ്പെയർ നമുക്ക് ഇട്ട് തരും. കിടായ സ്പെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ആമസോൺ ഇൻഷുറൻസ് ആമസോൺ നമുക്ക് അതിൻ്റെ അകത്ത് ടി ക്ലെയിം, സേഫ്റ്റി ക്ലെയിം എന്ന് പറഞ്ഞൊരു ക്ലെയിം ഉണ്ട്. നമുക്ക് റേസ് ചെയ്യാം. അതിൻ്റെ അകത്ത് 60 to 80% ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കാറ്റഗറി റീഇംബേഴ്സ് ചെയ്യും. ഓക്കെ. സോ വേറെ നിങ്ങളിപ്പോൾ ഏകദേശം നിങ്ങളെ ഏരിയ ഇ-കൊമേഴ്സ് ആണ്, മാർക്കറ്റ് പ്ലേസ് ആണ് കണ്ടത്. പക്ഷെ ഇപ്പൊ ക്യുക്കമേഴ്സിന്റെ കാലഘട്ടമാണല്ലോ, എല്ലാം 10 ഇന്നോട് കിട്ടുക. കസ്റ്റമർ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ പണ്ട് ഞാനൊക്കെ ഫസ്റ്റ് ആമസോണും ഫ്ലിപ്കാർട്ടിൽ നോക്കുക, അവിടെ പോയിട്ട് നോക്കുക, ഓക്കെ എപ്പോഴാണ് കിട്ടുക നോക്കുക. ഇപ്പൊ നേരെ ഓപ്പോസിറ്റാ, ബ്ലിങ്കിറ്റ് നോക്കുക, ഇൻസ്റ്റാമാർട്ട് നോക്കുക. സോ വേർ ഡു യു സീ ദിസ് ക്യുക്കമേഴ്സ് ഗോയിങ്? അവിടെ എന്തെങ്കിലും വി ആർ ഓൾറെഡി ദെയർ ഇൻ ക്യുക്കമേഴ്സ്. ഞങ്ങൾ ബിഗ് ബാസ്ക്കറ്റിലുണ്ട്. ഓ അടിപൊളി. ഞങ്ങൾ കാലിഡാഡ് ബിഗ് ബാസ്ക്കറ്റിന്റെ ക്യുക്കമേഴ്സ് മോഡിന് മുമ്പിലത്തെ മോഡ് ഉണ്ടല്ലോ, നോർമൽ മോഡ്. അതെ, 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ കിട്ടും. അതിൽ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എൻ്റെ റേഞ്ച്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ആ ട്രാൻസിഷൻ ഫേസിൽ ഒന്ന് ഹോൾഡ് ചെയ്തു. നമ്മുടെ അത്ര വലിയ ബ്രാൻഡ് ഒന്നുമല്ലോ, ബട്ട് ദേ ഹോൾഡ് ഇറ്റ്. ഇപ്പം വി ജസ്റ്റ് ഒരു 2 months ബാക്ക് വി സ്റ്റാർട്ടഡ് അഗൈൻ. പക്ഷെ അവിടെ സ്പെയർ ഇല്ല, ഓൺലി ദ കാലിഡാഡ് റേഞ്ച് വി ആർ ഹാവിങ്. സ്പെയർസ് അവിടെ പോവോ? സ്പേസ് അത് ഭയങ്കര ടേൺ അറൗണ്ട് ടൈം ആണ്. പക്ഷെ ഇപ്പം ഓക്കെ, ഐ ഗോട്ട് എ ഹാക്ക് ഫ്രം യു. ഞങ്ങളുടെ B2B മോഡൽ ഓൺലൈനല്ലേ, വി ക്യാൻ ഡു ഇറ്റ് ഇൻ ബിഗ് ബാസ്ക്കറ്റ് ഇഫ് ദേ അലൗ. യു ക്യാൻ, ലെറ്റ്സ് സീ. കാരണം നിങ്ങൾക്ക് പക്ഷെ അവിടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇത് ഈ ടെക്നീഷ്യൻസ് ആണല്ലോ. അല്ല, പക്ഷെ ഇത് 3000 square feet ഒക്കെ വരെ സ്പേസ് ഉണ്ടാവും. അതാണ് ഫാസ്റ്റ് മൂവിങ്ങിന്റെ എടുക്കത്തുള്ളവർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ കാലിഡാഡ് ഓക്കെ ആണ്. കാരണം അത് കൺസ്യൂമബിൾ ആണ്. കൺസ്യൂമബിൾ ഷുഡ് ആക്ച്വലി ഗോ ഇൻ എവറി. ഈവൻ ഇൻസ്റ്റാമാർട്ട് കേരള ഡാറ്റ സേസ് ദോ 1 month ഓൺ ആൻ ആവറേജ് ക്ലോസ് ടു 3500 മിക്സീസ് ദേ സെൽ ഇൻ ഇൻസ്റ്റാമാർട്ട്. ഞാൻ ആക്ച്വലി ഹ്യൂജ് മൈൻഡ് ബോഗ്ലിംഗ്. അതായത് ആർക്കാണ് 10 മിനിറ്റിൽ ഒരു മിക്സി വേണ്ടത്? ഇതേ സാധനം എൻ്റെ ആൻറ്റി വീട്ടിൽ വന്ന് പറഞ്ഞ് എനിക്കൊരു മിക്സി വേണം. വേറെ മിക്സി അതിന് വാങ്ങിക്കാൻ മറ്റോടത്ത് പോകണം. എടാ അത് നിന്റെ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത. ഇൻസ്റ്റാമാർട്ട് എപ്പോഴാണ് മിക്സി വിൽക്കാൻ തുടങ്ങി? അപ്പം തന്നെ ഓർഡർ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഏത് ബട്ടർഫ്ലൈ ഏതൊരു 10 ഇന്നോട് വാങ്ങിച്ചു. ഞാൻ മൈ ആൻറ്റിയാണ്, ഞാനിതൊരു ഓർഡർ ചെയ്തിട്ടില്ല. ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ് ഞാൻ പിന്നെ ബാറ്ററി പാക്ക് ഓർഡർ ചെയ്യുന്നു, പിന്നെ കേബിൾസ് ഓർഡർ ചെയ്യുന്നു. Data shows close to 3500 mixies sold in Kerala in a month only in Instamart. വേറെ പ്ലാറ്റ്ഫോംസ് വേറെ ആകുന്നു. That means ആർക്കാണ് 5 മിനിറ്റിൽ ഒരു 5000 rupees വിലയുള്ള ഒരു പ്രൊഡക്റ്റ് വേണ്ടത്? അപ്പൊ അതിന്റെ ഒറ്റ കൺക്ലൂഷൻ ഉള്ളൂ, രാവിലെ എഴുന്നേക്കും മിക്സി വർക്ക് ചെയ്യുന്നില്ല. അതെ, മൈൻഡ് സെറ്റ് മാറി. അതേ എന്തിനാ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്താൽ പോരെ? അപ്പൊ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കരമാണ്. കാരണം ആൾക്കാരിപ്പം പണ്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യായിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് അറിയാം അവിടെ സാധനം ഉണ്ടാവും, അതുകൊണ്ട് മൈൻഡ് സെറ്റ് മാറി. ഇപ്പം ഞാനൊക്കെ ആ ട്രേഡ് ചെയ്യുന്ന ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. നോർമലി കസ്റ്റമർ വരുമ്പം പല ബ്രാൻഡ്സ് ഉണ്ടാവുമല്ലോ.
ഈ ഡെമോൺസ്ട്രേറ്റേഴ്സ് ഓർ ദേ കോൾ സെയിൽസ് പ്രൊമോട്ടേഴ്സ്, കറക്റ്റ്, മെർച്ചൻഡൈസേഴ്സ്. മെർച്ചൻഡൈസേഴ്സ്. അപ്പോൾ അവർ ഓരോ പ്രോഡക്റ്റും ഓരോ ബ്രാൻഡും ചിലപ്പോൾ ആൾ കാണും, അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്താണ് വിൽക്കുന്നത്. ട്രൂ. ഇതൊന്നും ഇല്ലാതെ പ്രോഡക്റ്റ് ഈസ് ഗെറ്റിംഗ് സോൾഡ്. അല്ല, അത് എന്തുകൊണ്ടാണ് ഇപ്പം ആറ്റംബർഗിന്റെ പിന്നെ ബുക്ക് ചെയ്യാൻ വായിക്കുന്നത്? ഹ്യൂജ് 1000 crore ബ്രാൻഡായി. മറ്റേ BLDC മോട്ടർ, ഫാനിലും പിന്നെ മിക്സിയിലും അവർ ചെയ്തു. അപ്പൊ അതെന്താ ശരിക്കും അതൊരു ഈ കസ്റ്റമേഴ്സ് എല്ലാം വേറെ കൗണ്ടർ ചെല്ലേണ്ട കസ്റ്റമേഴ്സാ. എക്സാക്ട്ലി ടെക്സ്റ്റൈൽ ബിസിനസ് സംഭവിച്ചത് സൂഡിയോസും ദാദർ അങ്ങനത്തെ ഉള്ള ബ്രാൻഡുകളല്ലേ. അവിടെ ഇപ്പം നമ്മുടെ ട്രഡീഷണൽ കൂടുതലും ഒക്കേഷൻ വെയർ മാത്രമായി മാറിയില്ലേ. കറക്റ്റ്. ബാക്കിയുള്ള ഇപ്പൊ നമ്മുടെയൊക്കെ പിള്ളേരോട് പറയുകയാണെങ്കിൽ സൂഡിയോ വെസ്റ്റ് സൈഡ് അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് വന്നത്. അപ്പൊ അന്ന് പറഞ്ഞാൽ എന്റെ ട്രാൻസിഷൻ ഞാൻ പറഞ്ഞില്ല മുമ്പ്, ആമസോൺ ഡേറ്റ കാശുള്ള ജെൻസി അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് ഔട്ട്ലുക്ക് ഉള്ള ആൾക്കാർ ദേ ഷോപ്പ് ഓൺലൈൻ. അല്ലെങ്കിൽ അവിടുത്തെ റോബോവാക്കിന്റെ സെയിലിന്റെ പെർസെന്റേജും കൗണ്ടറിന്റെ സെയിലിന്റെ പെർസെന്റേജ് തമ്മിൽ ഒരു മാക്സിമം 5 to 10% ഡിഫറൻസ് വരാൻ പാടുള്ളൂ. 60% and this is less than 5%. അപ്പൊ നിങ്ങള് ശരിക്കും ബേബി ബൂമറാ ആ കാറ്റഗറി ആയിരിക്കോ? അല്ലേ? ബേബി ബൂമർ ആയ നിങ്ങൾ ജെൻസി പോലെ ചിന്തിക്കാൻ തുടങ്ങി. അല്ല, കാരണം വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ ഞങ്ങളുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. വെൻ ആർ ഇൻ ബാംഗ്ലൂർ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് വൈബ്. എവറിവെയർ യു വിൽ ഹിയർ ദ സക്സസ് സ്റ്റോറീസ്. ഞങ്ങളുടെ ഓഫീസിന്റെ അടുത്താണ് there's a brand called I'll tell you, Urban Platter. Urban Platter. Okay. They are into spices kind thing. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു അപ്പാർട്ട്മെന്റ് തുടങ്ങിയതാ നിയർ ടു അവർ പ്ലേസ്. No, it's close to 26 crores. ഇയർലി റവന്യൂ. അപ്പോൾ അവർ ഓൺലൈൻ ഫസ്റ്റ് only Amazon. അപ്പോൾ they launched the store recently. അപ്പോൾ ഇത് ഓൺലി ആമസോൺ. ഇതേപോലെയാണ് കോഴിക്കോടിലെ പിന്നെ പ്യൂരിഫിറ്റ് ഒരു വാട്ടർ ഫിൽറ്റർ കമ്പനി ഉണ്ട്. They are doing 25 crores, 24 crores. അപ്പോൾ ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് നമ്മളുടെ ഇമ്മീഡിയറ്റ് we need to increase the ticket size. ഒരു 1500 to 2000 ആണ് സ്വീറ്റ് പോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് എത്തണം. അപ്പോൾ അതിനുള്ള പ്രോഡക്ട്സ് നീ ആഡ് ചെയ്യണം. അപ്പോൾ അന്നേരമാണ് ഞങ്ങൾ ഈ ഗാർഡൻ ആസ് എ കാറ്റഗറി. ഗാർഡൻ ഈസ് ബൂമിങ്. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് മാനേജറിന് അവിടുന്ന് കുറെ ഇൻഫർമേഷൻ കിട്ടും. കുറച്ച് അല്ലേ? ഓൾ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ ചോദിക്കണം എന്നാലല്ലേ കിട്ടുള്ളൂ. നമ്മളെ പ്രശ്നം എന്താ പറയുക, നമ്മളെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ചോദിച്ചുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. മാക്സിമം നോ. കറക്റ്റ്. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങളെ ഏകദേശം ജേണി മനസ്സിലായി. നമ്മളെല്ലാവരോടും ചോദിക്കുന്ന പോലെ AI എന്താണ്? വാട്ട് ഡു യു സീ AI? ഞാൻ ആമസോൺ എക്സ്പീരിയൻസ് തന്നെ പറയാം. Earlier we used to ഈ A+ കണ്ടന്റ് അറിയാലോ, ആമസോൺ A+ കണ്ടന്റ് അറിയാം. കറക്റ്റ്. A+ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, നല്ല ചാർജ് വരുമായിരുന്നു ഇഫ് യു വാണ്ട് ക്വാളിറ്റി തിങ്. ഓക്കെ, നോ ഇറ്റ്സ് ഫുൾ Gemini Pro. We use Gemini Pro. Listings are very easy. Even എനിക്കൊന്ന് Geminiയിൽ even you will get some decent keywords also. അതുവരെ കിട്ടും നമുക്ക്. അതായത് കുറെ ഭയങ്കര എക്സ്പെൻസീവും ടൈം ടേക്കിംഗ് പ്രോസസ്സും A+ കണ്ടന്റ് ഉണ്ടാക്കി ഭയങ്കര ഈസി. A+ കണ്ടന്റ് ഒക്കെ ഫോർ എ പ്രോഡക്റ്റ് A+ കണ്ടന്റ് ഇപ്പം എൻ്റെ ടീമിന് they can do it in 35 minutes. Maybe ഒരു 8 photos, 8 artwork. കറക്റ്റ്. And the content, everything. നേരെ ജെമിനിയിലേക്ക് ആമസോണിൽ തന്നെ ഉണ്ട്. കറക്റ്റ് ഉണ്ട്. ഇനി അതിനേക്കാളും 1 ബെറ്റർ വേണമെങ്കിൽ ജെമിനി പ്രോ എടുത്താൽ. സോ AI is going to change everything. അത് എല്ലാവരും AI യൂസ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ എനിക്കൊന്ന് പ്രോബബ്ലി യു വിൽ ബി ക്രാക്കിംഗ് യുവർ ഓൺ ബ്രാൻഡ്. ഓഫ്ലൈൻ മൂവ് എനിക്ക് അത്ര യു ഹാവ് ടു കണ്ടിന്യൂ ഇൻ ഓൺലൈൻ എന്നുള്ളതാണ് ഞാൻ. അതുണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ വിൽ ബി ഓൺലൈൻ, ബട്ട് നമ്മളവിടെ ഒരു വാക്യൂം കാണുന്നുണ്ട് കുറച്ച് പ്രോഡക്ട്സ്. പിന്നെ നമ്മുടെ ഓഫ്ലൈൻ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഈ കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോർ വഴിയും കൂടെ ആയിരിക്കും. നമ്മുടെ പഴയ ഡീലേഴ്സ്, നോൺ ഡീലേഴ്സ്, all the dealers across Kerala, all the dealers in Tamil Nadu, all the dealers in Karnataka is known to us. അപ്പൊ അവരൊക്കെ വീണ്ടും ആക്റ്റീവ് ആക്കുക. അപ്പൊ അവർക്കില്ലാത്തൊരു ഇതാണ്, they don't sell consumables. ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല. ഒരു ദിവസം ഒരു 5 ഫ്രിഡ്ജ് പോവുകയാണെങ്കിൽ you can definitely sell 3 pieces of refrigerator cleaner. True, for sure. അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് പകരം they can give this. Yeah, true. അതാകുമ്പോൾ വീണ്ടും പർച്ചേസ് വരും ചെയ്യും, റിപ്പീറ്റ് പർച്ചേസ്. ചാനൽ നമ്മുടെ നോൺ ചാനലാണ് അത്. ആ ചാനൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഫിക്സ് ചെയ്യും.
Very nice. So thank you very much. We learned a lot from you. Thank you very Thank you. much.